അങ്ങേതായി മാറ്റേണമേ. നാഥ നീ മാറ്റേണമേ, എന്നെ നീ മാറ്റേണമേ, പൂർണ്ണമായി മാറ്റേണമേ, അങ്ങേതായി മാറ്റേണമേ. നാഥ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി കർത്താവിൻ്റെ പരിശുദ്ധ ദിവസം, ഈ സാബത്ത് ദിവസം ഈശോയുടെ കൂടെ ആയിരിക്കാൻ, കർത്താവിൻ്റെ വചനം ഭക്ഷിക്കാനുള്ള വലിയ കൃപ നമ്മുടെ ദൈവം, നമ്മുടെ ആബാപിതാവ് നമുക്ക് നൽകിയതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഏറ്റവും സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് കർത്താവിൻ്റെ വചനം ഏറ്റവും എളിമയോടെ സ്വീകരിക്കാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആബാപിതാവേ, അങ്ങയുടെ തിരുമാറിൽ ചേർന്നിരുന്ന് അങ്ങയുടെ പരിശുദ്ധ വചനമായ ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ കേൾക്കുവാൻ, അറിയുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പിതാവേ, ഞാൻ തീർത്തും അശുദ്ധനും അയോഗ്യനും ബലഹീനനും പാപിയുമാണെന്ന് ഏറ്റുപറയുന്നു. കർത്താവെ, വലിയ ബലഹീനതയും പാപങ്ങളും തിന്മകളും കുറവുകളും നിറഞ്ഞ ഏറ്റവും അശുദ്ധനും പാപിയുമാവുന്ന കർത്താവെ, അങ്ങെൻ്റെ അധരങ്ങളിൽ അവിടുത്തെ വചനത്തെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ സ്നേഹപിതാവേ, അങ്ങയുടെ പരിശുദ്ധ സ്നേഹത്തിൽ ചേർന്നിരുന്ന്, അങ്ങയുടെ പരിശുദ്ധിയിൽ ചേർന്നിരുന്ന്, അങ്ങയുടെ കൃപയിൽ ചേർന്നിരുന്ന്, അങ്ങയുടെ തിരുമാറിലിരുന്ന് അങ്ങയുടെ വചനം പറയുവാനും അത് കേൾക്കുവാനും കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് പ്രാപ്തരാക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, വെളിപാട് 12:1 ആ നിത്യപ്രകാശത്തിന്റെ കാപ്പയിൽ പൊതിഞ്ഞു പിടിക്കണമേ അമ്മേ. ലൂക്ക 1:38 വലിയ അഭിഷേകവും കൃപയും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലൂക്ക 1:38 പരിശുദ്ധ അമ്മ പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. അമ്മ പരിശുദ്ധ വചനം തന്റെ ഹൃദയത്തിൽ സ്വീകരിച്ചതുപോലെ ജീവിക്കുന്ന കർത്താവിന്റെ വചനം ഹൃദയത്തിൽ സ്വീകരിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് കൃപ ചൊരിഞ്ഞില്ലെങ്കിൽ അങ്ങയുടെ കൃപയാണ് ഞങ്ങളുടെ സമ്പത്തും ധനവും. അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകിയില്ലെങ്കിൽ ഞങ്ങൾ ഒന്നുമല്ല കർത്താവെ. ഈ ശുശ്രൂഷ ചെയ്യുന്നത് അങ്ങയുടെ കൃപയാണ് കർത്താവെ. അങ്ങയുടെ കൃപ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാനാവുകയില്ല. ഈശോയെ, അങ്ങ് പൗലോസ്ലീഹായോട് പറഞ്ഞല്ലോ, നിനക്ക് എൻ്റെ കൃപ മതിയെന്ന്. ഞങ്ങളും പ്രാർത്ഥിക്കുന്നു കർത്താവെ, അങ്ങയുടെ കൃപ മാത്രം മതി. അങ്ങയുടെ കൃപ മതി കർത്താവെ. ഞങ്ങളല്ല കർത്താവെ, അങ്ങാണ് എല്ലാം ചെയ്യുന്നത്. കർത്താവെ, അയോഗ്യദാസനായ എൻ്റെ അധരങ്ങളെ, ചിന്തകളെ, ബോധബുദ്ധി മനസ്സുകളെ പൂർണ്ണമായും എൻ്റെ പൂർണ്ണ ശരീരവും പൂർണ്ണ മനസ്സും പൂർണ്ണ ആത്മാവും അങ്ങയുടെ ആണിപ്പഴുതുള്ള പരിശുദ്ധ തൃപ്പാദത്തിനടിയിൽ പൂർണ്ണമായി സറണ്ടർ ചെയ്യുന്നു, സബ്മിറ്റ് ചെയ്യുന്നു കർത്താവെ, സമർപ്പിക്കുന്നു. കർത്താവെ, അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏഷ്യ 66:2 വലിയ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏഷ്യ പ്രവാചകന്റെ പുസ്തകം 66 അധ്യായം 1-2 തിരുവചനങ്ങളിൽ പ്രിയപ്പെട്ടവരെ നമ്മളിങ്ങനെ വായിക്കുന്നുവല്ലോ. ഏഷ്യ 66:1 നമ്മളിങ്ങനെ വായിക്കുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, ആകാശം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദപീഠവും. എന്ത് ഭവനമാണ് നിങ്ങൾ എനിക്കായി നിർമ്മിക്കുക? ഏതാണ് എന്റെ വിശ്രമസ്ഥലം? കർത്താവ് അരുളി ചെയ്യുന്നു, ഇവയെല്ലാം എന്റെ കരവേല തന്നെ, ഇവയെല്ലാം എൻ്റെ തന്നെ. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. നമ്മുടെ ആന്തരിക മനുഷ്യനിൽ, ബാഹ്യ മനുഷ്യനിലല്ല, മാത്രമല്ല നമ്മുടെ ആത്മീയ മനുഷ്യനിൽ ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. പ്രിയപ്പെട്ടവർ, ഇത് ആത്മാവിന്റെ ശുശ്രൂഷയാണ്, നിത്യജീവന്റെ ശുശ്രൂഷയാണ്, പരിശുദ്ധിയുടെ ശുശ്രൂഷയാണ്. ഇത് പ്രകാശവും അന്ധകാരവും തമ്മിലുള്ള യുദ്ധമാണ്. ഇത് സ്നേഹവും വെറുപ്പും തമ്മിലുള്ള യുദ്ധമാണ്. ഇത് പരിശുദ്ധിയും അശുദ്ധിയും തമ്മിലുള്ള യുദ്ധമാണ്. ആകയാൽ വളരെ എളിമയോടെ വേണം കർത്താവിന്റെ വചനം സ്വീകരിക്കാൻ. അതിനുള്ള കൃപ നമുക്ക് എല്ലാവർക്കും ലഭിക്കണം. നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമല്ലോ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57:15 നമ്മൾ കൂടെ കേൾക്കുന്ന വചനമാണ്. യെശയ്യാ 57:15 അത്യുന്നതനും മഹത്വപൂർണനുമായവൻ, അനന്തതയിൽ വസിക്കുന്ന പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവൻ അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു,
അനുതാപികളുടെ ഹൃദയത്തെയും എളിമയുള്ളവരുടെ ആത്മാവിനെയും നവീകരിക്കാൻ ഞാൻ അവരോട് കൂടെ വസിക്കുന്നു. അപ്പം നമ്മുടെ കൂടെ വസിക്കുന്ന അനുതാപവും എളിമയുള്ള ആത്മാവിൽ ആ ഹൃദയങ്ങളിൽ വസിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. അതുതന്നെയല്ലേ 1 കൊരിന്തോസ് 3:16-17 തിരുവചനത്തിൽ നമ്മൾ എപ്പോഴും ചൊല്ലുന്ന വചനം. നമ്മുടെ മിനിസ്ട്രിയിൽ എപ്പോഴും കൂടെ കൂടെ ചൊല്ലുന്ന വചനമാണ് 1 കൊരിന്തോസ് 3:16-17. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും നിങ്ങൾക്കറിഞ്ഞുകൂടെ. ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്നാൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെ. അപ്പൊ ദൈവം നമ്മിൽ ആലയമാക്കി, ഈ ആലയത്തിൽ, ഈ കളിമൺ കൂടാരത്തിൽ ഇവിടെയാണ് ദൈവം വസിക്കുന്നത്, ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പം അങ്ങനെ മറ്റ് ഒരു കുഞ്ഞു ദൈവങ്ങളാക്കി, ചെറിയ ചെറിയ ദൈവങ്ങളല്ല, ദൈവമാക്കി തന്നെ നമ്മളെ മാറ്റുന്ന ദൈവിക സന്നിധിയിലേക്ക്, ദൈവത്തിന്റെ മകനും മകളെന്ന ആ വലിയ അധികാരത്തിലേക്കും അവകാശത്തിലേക്കും നമ്മളെ ഉയർത്തുന്ന വലിയ കൃപയുടെ ശുശ്രൂഷയാണിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈ അയോഗ്യരും ബലഹീനരും പാപികളുമായ ഞങ്ങളെ നിന്റെ മകനും മകളുമാക്കി ഉയർത്തുന്ന, അത്യുന്നത രാജാവിന്റെ മകനും മകളുമാക്കി ഉയർത്തുന്ന, അത്യുന്നത രാജകീയ പൗരോഹിത്യം നൽകി ഞങ്ങളെ സ്വന്തം മകനും മകളുമാക്കി ഉയർത്തുന്ന വലിയ കൃപയോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് വെളിപ്പെടണമേ കർത്താവെ. അങ്ങയുടെ വലതുകരം വെളിപ്പെടുത്തണമേ കർത്താവെ. അങ്ങയുടെ ആണിപ്പഴുതുള്ള കരം നീട്ടണമേ. അപ്പോസ്തല പ്രവർത്തനം 4:30 ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവ പിതാവേ, അവിടുത്തെ പരിശുദ്ധ പുത്രനായ പരിശുദ്ധ ദാസനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിന് വേണ്ടി അങ്ങയുടെ കരം നീട്ടണമേ അപ്പാ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധ ദാസനായ ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. അങ്ങയുടെ വചനം ധൈര്യപൂർവ്വം പ്രഘോഷിക്കാൻ ഞങ്ങളെ അങ്ങ് ശക്തരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അപ്പോസ്തല പ്രവർത്തനം 4:11 ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം 4:11 വീട് പണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ കല്ലാണ് യേശു. മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. കർത്താവെ, ഈ വലിയ വചനം ഞങ്ങളങ്ങ് ഉറപ്പിക്കണമേ. കർത്താവെ, ഞങ്ങൾ വിശ്വാസത്തിൽ വളരെ കുറവുള്ളവരാണ്. ഒട്ടും വിശ്വാസമില്ല കർത്താവെ. അല്പവിശ്വാസികളാണ്, വെറും അല്പവിശ്വാസികളാണ്. ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നു, വിശ്വസിക്കുന്നവരെന്ന് പറയുന്നു, പള്ളിയിൽ പോകുമെന്ന് പറയുന്നു. പക്ഷെ ഞങ്ങളുടെ വിശ്വാസം വളരെ കുറവാണ് കർത്താവെ. ഞങ്ങൾ വെറും നാമമാത്ര ക്രിസ്ത്യാനികൾ മാത്രമാണ്. ഈ അപ്പോസ്തല പ്രവർത്തനം 4:11-12 വലിയ അഭിഷേകം ഞങ്ങൾക്ക് നിറയ്ക്കണം കർത്താവെ. അങ്ങ് മാത്രമാണ്. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ മറ്റൊരു നാമമില്ല. യേശു എന്ന നാമമല്ലാതെ മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് മറ്റൊരു നാമമില്ല എന്ന വലിയ ബോധ്യം. നീ ഞങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ വന്നു പിറന്നു. ഞങ്ങൾക്ക് വേണ്ടി പാപപരിഹാര ബലിയായി ഞങ്ങളെ സാത്താന്റെ അടിമത്തത്തിൽ നിന്ന്, നിത്യ നരകാഗ്നിയിൽ നിന്ന് നിന്റെ തിരുരക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയവരാണ് ഞങ്ങൾ. നിന്റെ തിരുരക്തത്തിന്റെ വിലയാണ്, നിന്റെ ജീവന്റെ വിലയാണ് ഞങ്ങൾ. കാരണം ഞങ്ങൾ നിനക്ക് നിന്റെ ജീവൻ തന്നെയാണ്. അതുകൊണ്ടാണ് 1 കൊരിന്തോസ് 6:15 പരിശുദ്ധാത്മാവിൽ വിശുദ്ധ പൗലോസ്ലീഹ എഴുതി വെച്ചത്, നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവങ്ങളാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. ഹല്ലേലൂയ. 1 കൊരിന്തോസ് 6:15 അതാ നമ്മൾ വായിക്കുന്നത്. നിങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. ക്രിസ്തുവാകുന്ന ദൈവത്തിന്റെ ജീവന്റെ, ആ ജീവന്റെ ഭാഗം തന്നെയാണ് നമ്മൾ. അതുകൊണ്ടാണ് നമുക്ക് വേണ്ടി നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി സകല സ്വർഗീയ സൗഭാഗ്യങ്ങളും വെടിഞ്ഞ്, ഫിലിപ്പി ലേഖനം 2:5 തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, അവൻ ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും ദൈവമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുക്രിസ്തുവിന്റെ നാമത്തിനു മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനു വേണ്ടിയാണ്. ആകയാൽ അബ്ബാ പിതാവേ, ഈശോ കർത്താവാണെന്ന് ദൈവപിതാവിന്റെ തിരുനാമത്തിന്റെ മഹത്വത്തിനായി, സത്യദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയാൻ ഞങ്ങളുടെ നാവുകളെ അങ്ങ് ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ അധരങ്ങളെ അങ്ങ് ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും അസ്തിത്വത്തെ അങ്ങ് ബലപ്പെടുത്തണമേ. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏതാനും ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച് നിഴൽ പോലെ കടന്നു പോകുന്ന ഈ മനുഷ്യ ജീവിതത്തിൽ കർത്താവെ, അങ്ങേ മഹത്വപ്പെടുത്താൻ വലിയ കൃപ ഞങ്ങൾക്ക് നൽകണം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നമ്മുടെ പരിശുദ്ധ ദൈവമാതാവ് തന്റെ ശുദ്ധീകരണത്തിന്റെ നാൾ വന്നപ്പോൾ ഈശോയായിട്ട് ദേവാലയത്തിൽ വരുന്നുണ്ട്, ഉണ്ണീശോയായിട്ട് ദേവാലയത്തിൽ വരുന്നുണ്ട്.
ഇപ്പോൾ നമുക്കറിയാം, ശിമയോൻ എന്ന ഒരു മഹാത്മാവ്, വിശുദ്ധനായ ഒരു മനുഷ്യൻ, ഒരു പ്രവാചകൻ, ശിമയോൻ എന്ന പ്രായാധിക്യത്താൽ ഇങ്ങനെ വീട്ടിൽ പ്രായാധിക്യത്തിൽ കഴിഞ്ഞിരുന്ന മനുഷ്യൻ യേശു കർത്താവുമായി ഉണ്ണീശുമായിട്ട് മാതാവ് ദേവാലയത്തിലേക്ക് വരുന്നുവെന്ന് പരിശുദ്ധാത്മാവ് അറിയിപ്പ് കൊടുത്തതനുസരിച്ച് അദ്ദേഹം ദേവാലയത്തിലേക്ക് കടന്നു നിന്നിട്ട് ഉണ്ണീശോയെ കയ്യിലെടുത്തിട്ട് പറയുന്നുണ്ട് അല്ലേ, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട്, കർത്താവേ, അങ്ങയുടെ ദാസനെ ഇപ്പോൾ അങ്ങ് സമാധാനത്തിൽ വിട്ടയക്കണമേ, അങ്ങയുടെ ഈ ദാസനെ അങ്ങ് സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്നാൽ എന്റെ കണ്ണുകളിതാ സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത രക്ഷകനെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇതാ സകല മർത്യർക്കും വേണ്ടിയുള്ള രക്ഷകനെ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ അങ്ങയുടെ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്ന് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ശിമയോനെ പോലെ ആ വാർദ്ധക്യം മൂത്ത് മരണത്തെ എപ്പോൾ വേണേലും പുൽകാനിരുന്ന അവസ്ഥയിലിരിക്കുമ്പോഴും അദ്ദേഹം ദേവാലയത്തിലേക്ക് കടന്നുവെന്ന് ഈശോയെ കരങ്ങളിലെടുത്ത് ഈശോയെ മഹത്വപ്പെടുത്തുന്നുണ്ട്. ഈശോയെ മഹത്വപ്പെടുത്താൻ അത് ജീവിതത്തിന്റെ ഏത് അവസ്ഥയിലായിരുന്നാലും, വാർദ്ധക്യമാവട്ടെ, മരണാസന്നതയായിട്ടെ, രോഗത്തിന്റെ അവസ്ഥയിലാവട്ടെ, ദാരിദ്ര്യത്തിലാവട്ടെ, വലിയ കടബാധ്യതയിലാവട്ടെ, ജീവിതത്തിന്റെ ഏത് അവസ്ഥയിലും നമ്മുടെ കർത്താവിനെ, ഏക സത്യദൈവമായി ഈശോയെ മഹത്വപ്പെടുത്താനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആകയാൽ ആബാ പിതാവേ, അങ്ങയുടെ ജീവിക്കുന്ന വചനം, ഫെബ്രുവരി 4:12, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ അങ്ങയുടെ വചനം, ഫെബ്രുവരി 4:12, ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും, ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ആകയാൽ ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിച്ച് സന്ധിബന്ധങ്ങളിലും മജ്ജയിലും എല്ലാം തുളച്ചു കയറി ഞങ്ങളെ പുതിയ സൃഷ്ടിയാക്കുന്ന കർത്താവിന്റെ ജീവന്റെ വചനം, കർത്താവെ കടന്നു വരണമേ, ഞങ്ങളെ സ്പർശിക്കണമേ, ഞങ്ങളുടെ കെട്ടുകൾ അഴിക്കണമേ, രോഗങ്ങൾ സൗഖ്യമാക്കണമേ, ഞങ്ങളുടെ കടബാധകളിൽ ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ, ഞങ്ങളെ പുതിയ സൃഷ്ടികളാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആബാ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, കേൾക്കുന്ന വചനമെല്ലാം ഞങ്ങളുടെ ഹൃദയത്തിൽ ഉൾക്കൊള്ളാനുള്ള വലിയ കൃപ നൽകണമേ, വലിയ കൃപ നൽകണമേ. ദൈവമേ, അങ്ങയുടെ കൃപയാണ് പ്രവർത്തിക്കേണ്ടത്. ഞങ്ങൾ ആരുമല്ല കർത്താവെ, ഞങ്ങളെ അല്ല കേൾക്കേണ്ടത്, അങ്ങയാണ് കേൾക്കേണ്ടത്. ഞങ്ങളെ അല്ല കാണേണ്ടത് കർത്താവെ, അങ്ങയാണ് കാണേണ്ടത്. ഞങ്ങൾ വെറും നിസ്സാരരാണ് കർത്താവെ. ഹോളി ഫയർ അനോയിന്റിംഗ് മിനിസ്ട്രി എന്ന ഈ സ്വർഗീയ ശുശ്രൂഷയിൽ ഭാഗഭാഗികളാകാൻ കഴിഞ്ഞതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. നിന്റെ പരിശുദ്ധ വചനം, അവികലമായ നിന്റെ അമൂല്യമായ ഈ പരിശുദ്ധ വചനം കർത്താവെ പ്രഘോഷിക്കാൻ ഒരു യോഗ്യതയുമില്ലാത്ത പാപികളെ, അയോഗ്യരായ ഞങ്ങളെ, വെറും പുൽനാമ്പുകളെ, വെറും കളിമൺ കൂടാരങ്ങളെ കർത്താവെ അങ്ങ് തിരഞ്ഞെടുത്തുവല്ലോ. അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ചെയ്യുന്ന മഹനീയ പ്രവൃത്തികളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. ഈ ശുശ്രൂഷയിൽ നിന്ന് വന്നിരിക്കുന്നവർ വലിയ ഭാഗ്യമുള്ളവരാണ് കർത്താവെ. അങ്ങ് തന്നെ പറഞ്ഞിട്ടുണ്ട് യേശയ്യാ 58:13-14 കർത്താവിന്റെ പരിശുദ്ധ ദിവസത്തെ, സാബത്ത് ദിവസത്തെ ബഹുമാന്യമായി കണക്കാക്കുന്നവർക്ക് അങ്ങ് എന്താണ് കൊടുക്കുക എന്ന്. കർത്താവിന്റെ ദിവസത്തെ പരിശുദ്ധമായി ആചരിക്കുകയും വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിക്കുകയും നിന്റെ സ്വന്തം വഴികളിലൂടെ നടക്കുകയും കർത്താവിന്റെ ദിവസത്തെ നമ്മൾ അങ്ങനെ വിശുദ്ധമായി ആചരിക്കുകയും ചെയ്താൽ ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും, നിന്റെ പിതാവായ യാക്കോബിന്റെ ഓഹരി കൊണ്ട് നിന്നെ പരിപാലിക്കുമെന്ന യെശയ്യാ 58:13-14 അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവെ. ആകയാൽ അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് ഇന്ന് അങ്ങയുടെ ഈ പരിശുദ്ധ വചനത്തിന്റെ മുമ്പിൽ, അങ്ങയുടെ പരിശുദ്ധ ശുശ്രൂഷയ്ക്ക് ജീവിതത്തിന്റെ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് വന്നിരിക്കുന്ന മക്കളെ അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ കെട്ടുകളും ബന്ധനങ്ങളും ഇന്ന് അങ്ങ് അഴിച്ചു മാറ്റാൻ ആഗ്രഹിക്കുന്ന എല്ലാ തിന്മകളും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിന്ന് അഴിച്ചു മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ബാറൂഖ് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. ബാറൂഖ് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. പേജ് നമ്പർ 1185 പഴയ നിയമത്തില്. പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ പേജ് എടുക്കുക, നിങ്ങൾ പരിശുദ്ധ ബൈബിൾ തുറന്നെടുക്കുക, പുഴയ്ക്ക് നോക്കുക. ഇന്ന് നമ്മൾ സിറോ മലബാർ സഭയുടെ പരിശുദ്ധ കുർബാനകളിൽ വായിച്ച വചനഭാഗം ലാസറിന്റെയും ധനവാന്റെയും ഉപമയായിരുന്നു. ലാസറിന്റെയും ധനവാന്റെയും ഉപമയാണെന്ന് വായിച്ചത്. നമുക്ക് വളരെയേറെ അനേകായിരം തവണ നമ്മൾ കേട്ടിട്ടുള്ള ഉപമയാണ് ലാസറിന്റെയും ധനവാന്റെ ഉപമ. നമുക്കറിയാം, ധനവാൻ നിത്യനരകത്തിൽ പോകുന്നു, ലാസർ അബ്രഹാം പിതാവിന്റെ മടിയിലേക്ക് സ്വർഗീയ സമാധാനത്തിലേക്കും സ്വർഗീയ ആനന്ദത്തിലേക്കും കടന്നു പോകുന്നു.
നോക്കൂ, ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ദരിദ്രനായിരുന്നു, വളരെ ദരിദ്രനായിരുന്നു. അദ്ദേഹത്തിന്റെ ലാസറിന്റെ മുറിവുകൾ നായ്ക്കൾ നക്കിയിരുന്നു. അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാനൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഈ ധനവാന്റെ പടിവാതിൽ കിടന്ന് ആ ധനവാൻ തന്നെ കൊടുത്തിരുന്ന ബാക്കി ഭക്ഷണം കൊണ്ടാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. സത്യത്തിൽ നമ്മൾ നോക്കുക, യഥാർത്ഥത്തിൽ ധനവാൻ ആരാണ്, ദരിദ്രൻ ആരാണ്? ഈ ഭൂമിയിലെ ചുരുങ്ങിയ കാലങ്ങൾ ദരിദ്രനായി ഒന്നുമില്ലാത്തവനായി ജീവിച്ച ലാസറാണോ യഥാർത്ഥ ധനവാൻ, അല്ലെങ്കിൽ യഥാർത്ഥ ദരിദ്രൻ? എല്ലാ സമ്പത്തും ഉണ്ടായിട്ട്, എല്ലാ സൗഭാഗ്യങ്ങളും, ആഡംബര കൊട്ടാരങ്ങളും, രാജകീയ വസ്ത്രങ്ങളും, ഭക്ഷണവും എല്ലാം ഉണ്ടായിരുന്ന ധനവാനാണോ യഥാർത്ഥ ധനവാൻ? പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ ധനവാൻ ലാസറല്ലേ? യഥാർത്ഥ ധനവാൻ ലാസറല്ലേ? അവൻ ഈ ലോകത്തിന്റെ നൈമിഷികമായ ജീവിതത്തിന്റെ നിമിഷ നേരത്തേക്കുള്ള ദുഃഖങ്ങളും കണ്ണീരും ഈ ദാരിദ്ര്യമൊക്കെ അനുഭവിച്ച് അവൻ സ്വന്തമാക്കിയത് എല്ലാ സമ്പത്തിന്റെയും ഉടയവനായ സമ്പത്തിനെയല്ലേ? സ്വർഗം സ്വന്തമാക്കിയവനല്ലേ യഥാർത്ഥ ധനവാൻ? അപ്പൊ പ്രിയപ്പെട്ടവരെ, ലാസറിന്റെയും ധനവാന്റെയും ഉപമയിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്ന വലിയ സത്യം, നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം, ഈ ഭൂമിയിലെ കുറെ നാളത്തെ ദാരിദ്ര്യമോ കണ്ണീരോ ദുഃഖമോ അല്ല, നിത്യമായി ലഭിക്കുന്ന നിത്യസമ്പത്ത്. ഇവിടെ കൂടിയാൽ 100 വയസ്സ് 80 വയസ്സ് ഇവിടെ നമ്മൾ കടന്നു പോകും. 36,500 ദിവസം 100 വയസ്സ് വരെ ജീവിച്ചാൽ അത് കടന്നു പോകും. ഇവിടെ സമ്പത്തില്ലെങ്കിലും നമ്മൾ സ്വർഗത്തിൽ സമ്പത്ത് നമ്മൾ സ്വരുക്കൂട്ടിയാൽ നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിന്റെ ഹൃദയം. അപ്പൊ സ്വർഗത്തിലാണ് നമ്മുടെ സമ്പത്ത് നമ്മൾ കരുതുന്നതെങ്കിൽ സ്വർഗത്തെ സ്വന്തമാക്കിയവൻ നിത്യകാലം അവൻ സമ്പന്നനല്ലേ? ഈ ഭൂമിയിൽ ദരിദ്രനായിരുന്നാലും കുറച്ചു നാളത്തേക്കുള്ള ദാരിദ്ര്യമല്ലേ ഉള്ളൂ. പക്ഷെ സ്വർഗത്തിൽ സമ്പത്ത് കണ്ടെത്തുന്നവൻ അവൻ നിത്യകാലം സമ്പന്നനാണ്. എന്നാലോ ഈ ഭൂമിയിൽ വലിയ ധനവും അതിനോടൊപ്പം അനർത്ഥങ്ങളും തിന്മകളും പാപങ്ങളുമായി ജീവിച്ച് നിത്യ നരകത്തിൽ പോയി നിത്യ ദരിദ്രനായി തീർന്നതിനേക്കാൾ നല്ലതല്ലേ ഈ ലോകത്തിലെ നൈമിഷികമായ ഈ ചെറിയ കഷ്ടപ്പാടും കണ്ണീരും ഒക്കെ കർത്താവിന്റെ കൂടെ നയിക്കുക? പ്രിയപ്പെട്ടവരെ, തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 21-ാം തിരുവചനം, തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 21-ാം തിരുവചനം വലിയ ദാരിദ്ര്യത്തിലും കണ്ണീരിലും കടബാധ്യതയിലും ഇരിക്കുന്നവർക്കായി ഇന്ന് കർത്താവ് തരുന്ന വലിയ വചനമാണ്. നീ വലിയ ദാരിദ്ര്യത്തിലും കണ്ണീരിലും സാമ്പത്തിക ഞെരുക്കങ്ങളിലും കടബാധ്യതകളിലുമാണെങ്കിൽ പ്രിയ കുഞ്ഞെ, നിനക്ക് വേണ്ടി ഇന്ന് ഈശോ തരുന്ന, എനിക്ക് വേണ്ടി ഇന്ന് ഈശോ തരുന്ന വലിയ വചനമാണ് തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 21-ാം തിരുവചനം. വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: മകനെ, നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദി വേണ്ട. തോബിത്ത് തന്റെ മകനായ തോബിയാസിനോട് പറയുന്ന വലിയ വചനമാണ്. വിശുദ്ധനായ തോബിത്ത് തന്റെ മകനോട് പറയുകയാണ്: എന്റെ കുഞ്ഞെ, മകനെ, നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദി വേണ്ട. നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടുത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ കുഞ്ഞെ, നീ ഇന്ന് വലിയ സാമ്പത്തിക കടബാധ്യതയിലും ഞെരുക്കത്തിലും ദാരിദ്ര്യത്തിലുമാണെങ്കിൽ ഈ വചനം അനേക തവണ ഏറ്റുചൊല്ലണം, ഹൃദയത്തിൽ വിശ്വസിച്ച് ഏറ്റുചൊല്ലണം. നോക്കൂ, വചനം എന്താ പറയുക? മകനെ, നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദി വേണ്ട. നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് മാത്രം അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയ കുഞ്ഞെ, ഇവിടെ ഇരിക്കുന്ന പലരും തന്നെ, ഈ കൂട്ടായ്മയിൽ ഇരിക്കുന്ന പലരും തന്നെ വലിയ സാമ്പത്തിക ഞെരുക്കത്തിലുള്ളവരാണ്. ഈ സാമ്പത്തിക ഞെരുക്കത്തിലുള്ളവരുടെ കർത്താവിന് പറയാനുള്ളത് ഈ ലോകത്ത് ജീവിക്കാൻ. അതുകൊണ്ടല്ലേ 6:33 നമ്മൾ മിക്കവാറും നമ്മുടെ മിനിസ്ട്രിയിൽ ചൊല്ലുന്ന വചനമാണ് 6:33, മത്തായി സുവിശേഷം 6:33. എന്താണ്? നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം നമുക്ക് വേണ്ടി കൂട്ടിച്ചേർക്കപ്പെടും. അപ്പൊ നമ്മുടെ ദൈവം സർവ്വസമ്പത്തിന്റെ ഉടയവനായ ദൈവം ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി ആവശ്യമുള്ള സർവ്വസമ്പത്തും സുഖസൗകര്യങ്ങളും എല്ലാം ദൈവം നമുക്ക് നൽകും. അത് വീണ്ടും ഉറപ്പിച്ചുകൊണ്ട് തോബിത്ത് പുസ്തകം 4:21 പറയുകയാണ്: എന്റെ കുഞ്ഞെ, നീ അല്ലെ നമ്മൾ ദരിദ്രരായിരിക്കുന്നതിൽ ഇന്ന് നീ ദരിദ്രനാണെങ്കിൽ നിനക്ക് അതിനെക്കുറിച്ച് ഒരു ആദിയും വേണ്ട. എന്നാൽ ദൈവത്തിന് ഇഷ്ടമായത് മാത്രം പ്രവർത്തിക്കുകയും ദൈവഭക്തിയിൽ വ്യാപരിക്കുകയും നന്മയായത് മാത്രം ചെയ്യുകയും ചെയ്താൽ ദൈവം നിന്നെ വലിയ സമ്പന്നനാക്കും. ഹല്ലേലൂയ. ഈ വചനം അനേക തവണ ഈ സാമ്പത്തിക ഞെരുക്കത്തിലും ക്ലേശങ്ങളിലും ഇരിക്കുന്നവര്, ദാരിദ്ര്യമുള്ളവര് ചെല്ലണം. ഇത് ചെല്ലുമ്പോൾ കർത്താവ് വലിയ വിടുതൽ വഴികൾ തുറന്നു തരും. നമുക്ക് വേണ്ടി വലിയ വഴികൾ കർത്താവ് തുറന്നു തരും. ഹല്ലേലൂയ. നമുക്ക് ബാറൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരാം. പേജ് നമ്പർ 1185.
സർവശക്തനായ കർത്താവെ, ഇസ്രായേലിന്റെ ദൈവമേ, ദുഃഖിതമായ ആത്മാവും തളർന്ന ഹൃദയവും ഇതാ അങ്ങയോട് നിലവിളിക്കുന്നു. കർത്താവെ, ശ്രവിക്കണമേ, കരുണ തോന്നണമേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിന്റെ തന്നെ പ്രാർത്ഥനയാക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ നൊമ്പരവും തകർച്ചയും വേദനയുമാണ് ബറൂഖ് പ്രവാചകനിലൂടെ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. സർവശക്തനായ കർത്താവെ, ഇസ്രായേലിന്റെ ദൈവമേ, ദുഃഖിതമായ ആത്മാവും തളർന്ന ഹൃദയവും ഇതാ അങ്ങയോട് നിലവിളിക്കുന്നു. കർത്താവെ, ശ്രവിക്കണമേ, കരുണ തോന്നണമേ. ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ പാപം ചെയ്തിരിക്കുന്നു. അങ്ങ് എന്നേക്കും സിംഹാസനസ്ഥനാണ്, ഞങ്ങളോ എന്നേക്കുമായി നശിക്കുന്നു. സർവശക്തനായ കർത്താവെ, ഇസ്രായേലിന്റെ ദൈവമേ, ഇസ്രായേലിലെ മരണത്തിന് ഒഴിഞ്ഞിട്ടവരുടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രവിക്കാതെ അവിടുത്തെ മുമ്പിൽ പാപം ചെയ്യുകയും അങ്ങനെ ഞങ്ങളുടെ മേൽ അനർത്ഥം വരുത്തിവെക്കുകയും ചെയ്തവരുടെ മക്കളുടെ പ്രാർത്ഥന ശ്രവിക്കണമേ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ അപരാധങ്ങൾ ഓർക്കാതെ അങ്ങയുടെ നാമത്തെയും ശക്തിയെയും ഇപ്പോൾ സ്മരിക്കണമേ. എന്തെന്നാൽ അങ്ങാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവ്. കർത്താവെ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കും. അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നതിനായി അങ്ങയെക്കുറിച്ചുള്ള ഭയം ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവെ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കും. അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നതിനായി അങ്ങയെക്കുറിച്ചുള്ള ഭയം ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചു. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഇതെല്ലാം നമ്മിൽ അനുവദിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങയുടെ മുമ്പിൽ പാപം ചെയ്ത ഞങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ ഞങ്ങൾ ഹൃദയത്തിൽ നിന്ന് ഉപേക്ഷിച്ചിരിക്കുന്നതിനാൽ ഞങ്ങളുടെ പ്രവാസത്തിൽ ഞങ്ങൾ അങ്ങയെ പുകഴ്ത്തും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പിതാക്കന്മാർ ചെയ്ത പാപം നമ്മൾ തുടരരുത്. നമ്മൾ അതിൽ നിന്ന് പൂർണ്ണമായി പുറത്തു വരണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിന്റെ ശാപത്തിൽ നിന്നും കെട്ടുകളിൽ നിന്നും കർത്താവ് നമ്മളെ വിമുക്തരാക്കും. ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ ഉപേക്ഷിച്ച് ഞങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ നിമിത്തം ഞങ്ങൾ നിന്നയും ശാപവും ശിക്ഷയും ഏറ്റുകൊണ്ട് അങ്ങ് ഞങ്ങളെ ചിതറിച്ചു കളഞ്ഞ ഇടങ്ങളിലിതാ ഞങ്ങൾ ഇന്നും പ്രവാസികളായി കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഒരു പ്രവാസത്തിൽ തന്നെയല്ലേ? ഇപ്പോഴും നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം, ഒരു ദൈവത്തിന്റെ മകനും മകളും എന്ന ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ മകളാണെന്നുള്ള സ്വാതന്ത്ര്യം നമ്മൾ ഇന്നും എന്തെല്ലാം തരത്തിലുള്ള കെട്ടുകളിലും ബന്ധനങ്ങളിലുമാണ്. നമ്മുടെ ചിന്തകളും മനസ്സും വികാരങ്ങളുമെല്ലാം എത്രമാത്രം ബന്ധിതമാണ്. അസൂയയും കോപവും മാത്സര്യവും വ്യർത്ഥ ചിന്തകളും വികലമായ ചിന്തകളും അസ്വസ്ഥതകളും മ്ലേച്ഛ ചിന്തകളും കുടില വിചാരങ്ങളും കപടതകളും എല്ലാം നമ്മളെ വരിഞ്ഞു മുറുക്കിയിട്ടില്ലേ? പ്രിയപ്പെട്ടവർ, ഇതിൽ നിന്നെല്ലാം നമ്മുടെ കർത്താവ് നമ്മളെ വിമോചിപ്പിക്കണം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരായി. ദൈവപുത്രൻ നമ്മളെ സ്വതന്ത്രരാക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് സ്വാതന്ത്ര്യം, അവന്റെ സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുക അവന്റെ കുരിശു മരണത്തിലൂടെയാണ്. അതുകൊണ്ടാണ് അവന്റെ കുരിശു മരണത്തോട്, മത്തായി സുവിശേഷം 27:45-56 അവന്റെ കുരിശു മരണത്തോട് നമ്മളെ ചേർത്ത് വെക്കുമ്പോൾ അവന്റെ കുരിശു മരണത്തിന്റെ അനന്ത യോഗ്യതയാലാണ് സാത്താനിട്ട എല്ലാ കെട്ടുകളും നമ്മിൽ നിന്ന് പൊട്ടിപ്പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓർക്കാം, ആകയാൽ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ അന്ധകാരത്തിന്റെ കെട്ടുകളും ചെങ്ങലകളും പ്രിയപ്പെട്ടവരെ, ജീവിക്കുന്ന കർത്താവിന്റെ പരിശുദ്ധ വചനത്താൽ നമ്മൾ കർത്താവിലേക്ക് മടങ്ങി വരുന്നതിനാൽ, നമ്മൾ അനുരഞ്ജനപ്പെട്ട് നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മൾ വിമോചനം നേടി പരിശുദ്ധ കുംഭസാരത്തിലൂടെ ഈശോയിലേക്ക് മടങ്ങി വരുന്നതിനാൽ, പ്രിയപ്പെട്ടവരെ, നമ്മിൽ എല്ലാവരിൽ നിന്നും സത്യത്തിൽ ദൈവം എന്താണ് ആഗ്രഹിക്കുക? വഴിതെറ്റിപ്പോയ നമ്മളുടെ മടങ്ങി വരവാണ് ആഗ്രഹിക്കുക. നമ്മൾ ജീവിതത്തിന്റെ ഏത് അവസ്ഥയിലുമാവട്ടെ, പ്രിയ സഹോദര സഹോദരി, നീ ജീവിതത്തിന്റെ ഏത് അവസ്ഥയിലുമാവട്ടെ, എത്ര വലിയ ചങ്ങലകളിലും ബന്ധനങ്ങളിലുമാവട്ടെ, പക്ഷേ കർത്താവിലേക്ക് മടങ്ങി വരാൻ നീ തയ്യാറാണെങ്കിൽ അവിടുന്ന് എല്ലാം പുനഃസ്ഥാപിക്കും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞ്, ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിന്റെ 10 ഇരട്ടി തീഷ്ണതയോടെ അവിടുത്തെ സന്നിധിയിലേക്ക് നമ്മൾ മടങ്ങി വരണം. കർത്താവിൽ നിന്ന് അകലാൻ കാണിച്ചതിന്റെ 10 ഇരട്ടി തീഷ്ണതയോടെ നമുക്ക് മടങ്ങി വരണം. ഈ മടങ്ങിവരവാണ്, ഈ മടങ്ങിവരവ് കാത്തിരിക്കുന്ന ഒരു സ്നേഹനിധിയായ അബാപിതാവാണ് നമുക്കുള്ളത്. നമ്മളെ മടക്കി കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി വന്ന് പാപപരിഹാര ബലിയായത്. നമ്മൾ എത്രമാത്രം ബലഹീനരാണെന്നും കഴിവ് കുറഞ്ഞവരാണെന്നും വെറും മണ്ണാണെന്നും
കർത്താവിനറിയാം. നമ്മൾ മണ്ണാൽ മെനയപ്പെട്ടവരാണെന്ന് കർത്താവിനറിയാം. നമ്മളെപ്പോഴും നമ്മുടെ വാഞ്ച പാപത്തിലേക്കാണ് നമ്മുടെ ഹൃദയം തിരിഞ്ഞിരിക്കുന്നതെന്നും ദൈവത്തിനറിയാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ വേതനം മരണമാണ്. 1 യോഹന്നാൻ 3:8 നമ്മൾ എപ്പോഴും വായിക്കുന്നു, പാപം ചെയ്യുന്നവൻ പിശാചിനുള്ളവനാണ്. ഹല്ലേലൂയ. 1 യോഹന്നാൻ 3:8 പാപം ചെയ്യുന്നവൻ പിശാചിനുള്ളവനാണ്. എന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 64-ാം അധ്യായം നമുക്കെടുക്കാം. പേജ് നമ്പർ 1097. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 64-ാം അധ്യായം. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക് ആകാശം പിളർന്ന് ഇറങ്ങി വരണം. നമ്മുടെ കർത്താവ് ഇറങ്ങി വരണം. നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ മാത്രമേ അന്ധകാരം തിന്മകൾ നമ്മളിൽ നിന്ന് വിട്ടുപോകത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രത്യേകം പ്രാർത്ഥനയിലായിരിക്കും, കർത്താവെ, അങ്ങയുടെ വചനം അങ്ങ് ഇറങ്ങി വരണം. അങ്ങ് ഇറങ്ങി വന്ന് പ്രകാശം ഇറങ്ങി വരണം. അപ്പോൾ മാത്രമേ അന്ധകാരം വിട്ടുപോകത്തുള്ളൂ. പ്രകാശമായ കർത്താവ്, 1 യോഹന്നാൻ 1:5 പ്രകാശമായ കർത്താവ് വരണം. സ്നേഹമായ കർത്താവ് ഇറങ്ങി വരണം. 1 യോഹന്നാൻ 4:8 സ്നേഹം ഇറങ്ങി വരണം. അപ്പോഴാണ് എല്ലാം വിട്ടുപോവുക. ഹല്ലേലൂയ. നമുക്ക് വായിക്കാം പ്രിയപ്പെട്ടവരെ, യെശയ്യാ 64 വായിക്കാം. കർത്താവെ, ആകാശം പിളർന്ന് ഇറങ്ങി വരണമേ. അങ്ങയുടെ സാന്നിധ്യത്തിൽ പർവ്വതങ്ങൾ വിറകൊള്ളട്ടെ. കർത്താവെ, ഞങ്ങളെ വെരിഞ്ഞു മുറുക്കിയിരിക്കുന്ന, ഞങ്ങൾക്ക് മറകളാക്കി നിന്നിരിക്കുന്ന എല്ലാ പർവ്വതങ്ങളും അങ്ങയുടെ സാന്നിധ്യത്തിൽ വിറകൊള്ളട്ടെ. കർത്താവെ, അഗ്നിയാൽ വിറക് എരിയുകയും വെള്ളം തിളയ്ക്കുകയും ചെയ്യുന്നത് പോലെ അങ്ങയുടെ സാന്നിധ്യത്താൽ ജനതകൾ ഞെട്ടി വിറയ്ക്കട്ടെ. ശത്രുക്കൾ അങ്ങയുടെ നാമം അറിയട്ടെ. അവിടുന്ന് ഇറങ്ങി വന്ന് ഞങ്ങൾ വിചാരിക്കാത്ത ഭയാനക കാര്യങ്ങൾ ചെയ്തപ്പോൾ അവിടുത്തെ മുമ്പിൽ പർവ്വതങ്ങൾ പ്രകമ്പനം കൊണ്ടു. തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടുത്തെ അല്ലാതെ ആരും മറ്റൊരു ദൈവത്തെപ്പറ്റി കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ കാണുകയോ ചെയ്തിട്ടില്ല. പ്രിയ കുഞ്ഞെ, ഈ പരിശുദ്ധ വചനം എന്നോടും നിന്നോടും എന്താണ് പറയുന്നത്? തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടുത്തെ പോലെ അല്ലാതെ മറ്റൊരു ദൈവത്തെപ്പറ്റി ആരും കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ കാണുകയോ ചെയ്തിട്ടില്ല. അപ്പം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു ദൈവം, ദൈവത്തെ പ്രതീക്ഷിച്ച് ദൈവത്തെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു ദൈവം. ഇന്ന് ഞായറാഴ്ച കർത്താവിന്റെ ദിവസം കർത്താവിന്റെ കൂടെ ആയിരിക്കാൻ വേണ്ടി നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്. ചിലെല്ലാം വിചാരിക്കും, ഇന്ന് ഞായറാഴ്ചയും ഞാൻ അധ്വാനിച്ചില്ലെങ്കിൽ എങ്ങനെ എന്റെ കുടുംബം പോറ്റും, എങ്ങനെ എന്റെ കടബാധ്യതകൾ തീരും. എന്നാൽ എന്താണ് ജീവിക്കുന്ന കർത്താവിന്റെ വചനം 64:4 പറഞ്ഞത്? തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു ദൈവം. നീ കർത്താവിനെ കാത്തിരുന്ന് കർത്താവിന്റെ കൂടെ ഇരിക്കുമ്പോൾ നിനക്ക് വേണ്ടി അധ്വാനിക്കുന്ന ദൈവം. ഒന്നാലോചിച്ച് നോക്കിയേ, ഞാൻ എത്ര അധ്വാനിച്ചാലും എത്ര കഷ്ടപ്പെട്ടാലും സമ്പാദിക്കാൻ കഴിയുന്നതിൽ എത്ര കൂടുതൽ എന്റെ ദൈവം എനിക്ക് വേണ്ടി അധ്വാനിച്ചാൽ ഉണ്ടാക്കാൻ കഴിയും. ഹല്ലേലൂയ. വലിയ വചനമാണ്. ഈ വചനത്തിന്റെ ഒരു മർമ്മവും ആഴവും മനസ്സിലായാൽ, എന്റെ പ്രിയ സഹോദരരെ, എത്ര വലിയ ബിസിനസ് നടത്തുന്ന അല്ലെ എത്ര ഓടി നടക്കുന്ന എത്ര കഴിവുള്ള ഒരു വ്യക്തി ആവട്ടെ താങ്കൾ, എന്നാൽ ഞാൻ ഇന്ന് എന്റെ കർത്താവിന് വേണ്ടി കർത്താവിന്റെ കൂടെ കുറച്ചു നേരം ഇരിക്കുമ്പോൾ എന്റെ ദൈവം എനിക്ക് വേണ്ടി അധ്വാനിച്ചാൽ, ദൈവം തന്റെ മാലാഖമാരെ വിട്ട് എനിക്ക് വേണ്ടി അധ്വാനിച്ചാൽ, നമ്മൾ ചിന്തിക്കുന്നതിൽ എത്രമാത്രം സമ്പത്തോടൊന്ന് നമുക്കുണ്ടാക്കാൻ കഴിയും. അതുകൊണ്ടാണ് കർത്താവിന് വേണ്ടി നമ്മൾ മുടക്കുന്ന ഒരു സമയവും പാഴാകുന്നില്ല. എനിക്കറിയാം, ഹോളി ഫയർ അനോയിന്റിംഗ് മിനിസ്ട്രിയിലുള്ള അനേകം മക്കൾ ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് 365 ദിവസത്തിൽ 100, 120, 150 ദിവസത്തിലേറെ കർത്താവിന്റെ വേല ചെയ്തവരാണ്. പക്ഷെ ജീവിതത്തിൽ ഒരു കുറവും കർത്താവ് വരുത്തിയിട്ടില്ല, ഒരു കുറവും വരുത്തിയിട്ടില്ല. ഏതാണ്ട് 360 ദിവസത്തിൽ 150 അല്ലെ 120 ദിവസത്തോളം മുഴുവൻ സമയവും കർത്താവ് ഞായറാഴ്ചയും എല്ലാ ഞായറാഴ്ചകളും കർത്താവിന്റെ കൂടെ ഇരുന്നിട്ട് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവ് കർത്താവ് വരുത്തിയായിട്ട് ഒരിക്കലും അറിയില്ല. അങ്ങനെ ഒരിക്കലും കർത്താവ് കുറവ് വരുത്തത്തില്ല. സത്യസന്ധമായിട്ട് കർത്താവിന്റെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു കർത്താവിനെ എടുത്തു കാണിക്കുകയാണ്. അതുകൊണ്ടല്ലേ സങ്കീർത്തനങ്ങളിലൂടെ പറയുന്നത്, തന്റെ ഭക്തർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടി വേല ചെയ്യുന്നുവെന്ന്, അവർക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുന്നുവെന്ന്. തന്റെ കുഞ്ഞുങ്ങൾ ഉറങ്ങുമ്പോൾ അവർക്ക് ആവശ്യമുള്ളതെല്ലാം കർത്താവ് നൽകുന്നു. അപ്പൊ നീ കിടന്നുറങ്ങുമ്പോഴും നീ കർത്താവിന്റെ കൂടെ ആയിരിക്കുമ്പോഴും കർത്താവിന്റെ കൂടെ ആണെങ്കിൽ നിനക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന ദൈവത്തെ. അതല്ലേ നമ്മൾ തോബിത്ത് 4:21 നമ്മൾ വായിച്ചില്ലേ? വലിയ കടബാധ്യതയും സാമ്പത്തിക ഞെരുക്കങ്ങളും ഉള്ളവർക്ക് വേണ്ടിയുള്ള വചനം നമ്മളിന്ന് കേട്ടല്ലോ. മകനെ, നീ ദരിദ്രനായി തീർന്നതിൽ നിനക്ക് ആദി വേണ്ട. നിനക്കിന്ന് പട്ടിണിയാണെങ്കിൽ, ദാരിദ്ര്യമാണെങ്കിൽ, കഷ്ടപ്പാടാണെങ്കിൽ, വലിയ കടബാധയാണെങ്കിൽ അതിനെക്കുറിച്ച് നീ ആദി വേണ്ട. നീ ദൈവത്തിന്റെ വഴിയിലേക്ക് തിരിയുകയും
ദൈവത്തെ അന്വേഷിക്കുകയും നീതിയായത് മാത്രം ചെയ്യുകയും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്താൽ നിന്നെ ദൈവം വലിയ സമ്പന്നനാക്കുമെന്നാണ് വചനം പറയുന്നത്. നിന്നെ വലിയ സമ്പന്നനാക്കും. നീ ചെറിയൊരു പരിപ്പോട വിൽക്കുന്ന ആളായിരിക്കാം, ചെറിയൊരു ചായക്കട നടത്തുന്ന ആളായിരിക്കാം, ചെരുപ്പ് കുത്തിയായിരിക്കാം, ചെറിയൊരു കർഷകനായിരിക്കാം. പക്ഷെ ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുകയും ദൈവത്തിന്റെ മാർഗങ്ങളിൽ നിന്നും ദൈവത്തിന്റെ കൽപ്പനകളിൽ നിന്നും വ്യതിചലിക്കാതിരിക്കുകയും ചെയ്താൽ ദൈവത്തിന് ദരിദ്രനെ ധനവാനാക്കാൻ ഒരു നിമിഷം മതി. ഹല്ലേലൂയ. ദരിദ്രനെ ധനവാനാക്കാൻ ദൈവത്തിന് ഒരു നിമിഷം മതി. പക്ഷെ ദൈവത്തിൽ ഉറച്ചു നിൽക്കണം, ദൈവത്തിൽ ഉറച്ചു നിൽക്കണം, ദൈവത്തിന്റെ കൽപ്പനയിൽ ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 5-ാമത്തെ തിരുവചനം, അങ്ങയുടെ പാതയിൽ അങ്ങയെ സ്മരിച്ചുകൊണ്ട് സന്തോഷത്തോടെ നീതി പ്രവർത്തിക്കുന്നവരെ അങ്ങ് സ്വീകരിക്കുന്നു. അങ്ങ് കോപിച്ചു, കാരണം ഞങ്ങൾ പാപം ചെയ്തു, വളരെ കാലം ഞങ്ങൾ തിന്മയിൽ വ്യാപരിച്ചു. ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? നമ്മളുടെ ചോദ്യം ഇതാണ്. നമുക്ക് രക്ഷ കിട്ടുമോ? നമുക്ക് രക്ഷ കിട്ടുമോ? രക്ഷ കിട്ടും. ഹല്ലേലൂയ. ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? ഞങ്ങൾ അശുദ്ധനെ പോലെയും ഞങ്ങളുടെ സൽപ്രവൃത്തികൾ മലിന വസ്ത്രം പോലെയുമാണ്. പ്രിയപ്പെട്ടവരെ, വലിയ വിശുദ്ധിയും വലിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഓർക്കുക, ദൈവത്തിന്റെ പരിശുദ്ധിയുടെ മുമ്പിൽ, സത്യദൈവത്തിന്റെ മുമ്പിൽ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് അനവരതം മാലാഖമാർ ഉദ്ഘോഷിക്കുന്ന ആ പരിശുദ്ധന്റെ മുമ്പിൽ ആ പരിശുദ്ധി കാണുമ്പോൾ നമ്മൾ മനസ്സിലാകും നമ്മൾ തീർത്തും അശുദ്ധരാണ്, തീർത്തും അശുദ്ധരാണ്. അതിൽ യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, 6-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ മിക്കവാറും വായിക്കുന്ന വചനമാണല്ലോ. ഉസ്സിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന കണ്ടു. അവിടുത്തെ വസ്ത്രം വെൺമഞ്ഞ് പോലെ വസ്ത്രം പ്രകാശം പോലെ അവിടുത്തെ വസ്ത്രം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നിരുന്നു. സെറാഫുകൾ ഇങ്ങനെ അനവരതം പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. അങ്ങനെ ആ പരിശുദ്ധി, ദൈവത്തിന്റെ പരിശുദ്ധി, പ്രകാശം, നിത്യപ്രകാശം, പരിശുദ്ധി കണ്ടു കഴിഞ്ഞപ്പോഴാണ് യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞ യെശയ്യാ 6:5 ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമായ പാപിയാകുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ബോധ്യം നമ്മൾ അശുദ്ധരാണ്, നമ്മൾ പാപികളാണ് എന്ന് കർത്താവിന്റെ മുമ്പിൽ ഏറ്റു പറയാനുള്ള എളിമയും ആ കൃപയും നമുക്ക് ലഭിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ അശുദ്ധനെ പോലെയും ഞങ്ങളുടെ സൽപ്രവൃത്തികൾ മലിന വസ്ത്രം പോലെയുമാണ്. ഇല പോലെ ഞങ്ങൾ കൊഴിയുന്നു, കാറ്റെന്ന പോലെ ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ പറപ്പിച്ചു കളയുന്നു. അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയെ മുറുകെ പിടിക്കാൻ ഉത്സാഹിക്കുകയും ചെയ്യുന്നവൻ ആരുമില്ല. വലിയ വചനമാണ് പ്രിയപ്പെട്ടവരേത്. അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയെ മുറുകെ പിടിക്കാൻ ഉത്സാഹിക്കുകയും ചെയ്യുന്നവൻ ആരുമില്ല. നോക്കൂ, നമ്മൾ കാര്യങ്ങൾക്ക് വേണ്ടി, എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. എന്നാൽ എപ്പോഴും കർത്താവിനെ മുറുകെ പിടിക്കാൻ, നമ്മുടെ കാര്യം കഴിയുമ്പോൾ കർത്താവിനെ വിട്ടു ജീവിതകാലം അത്രയും കർത്താവിനെ കരം പിടിച്ച്, കർത്താവ് എപ്പോഴും നമ്മളെ കരം പിടിക്കാൻ ആഗ്രഹിക്കും. എന്നാൽ തിരിച്ച് കർത്താവിന്റെ കരം പിടിക്കാൻ, കർത്താവിനോട് ചേർന്ന് നിൽക്കാനായിട്ടുള്ളവർ ആരും തന്നെ ഇല്ല എന്നാണ് കർത്താവിന്റെ വചനം പറയുക. അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയെ മുറുകെ പിടിക്കാൻ ഉത്സാഹിക്കുകയും ചെയ്യുന്നവൻ ആരുമില്ല. അങ്ങ് ഞങ്ങളിൽ നിന്ന് മുഖം മറച്ചിരിക്കുന്നു, ഞങ്ങളുടെ അകൃത്യങ്ങളുടെ പിടിയിലേക്ക് അങ്ങ് ഞങ്ങളെ വിട്ടുകളഞ്ഞിരിക്കുന്നു. എന്നാലും 8-ാം തിരുവചനം, കർത്താവേ, അങ്ങ് ഞങ്ങളുടെ പിതാവാണ്, ഞങ്ങൾ കളിമണ്ണും അങ്ങ് കുശവനുമാണ്. ഞങ്ങൾ അങ്ങയുടെ കരവേലയാണ്. കർത്താവെ, അങ്ങ് അത്യധികം കോപിക്കരുതേ, ഞങ്ങളുടെ തിന്മകൾ എന്നേക്കും ഓർമ്മിക്കരുതേ. ഞങ്ങൾ അങ്ങയുടെ ജനമാണെന്ന് സ്മരിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ വെറും കളിമണ്ണാണെന്നും കുശവന്റെ കയ്യിലെ വെറും മണ്ണ് മാത്രമാണെന്നും നമ്മൾ അശുദ്ധരാണെന്നും പാപികളാണെന്നും നമ്മുടെ കർത്താവിന്റെ അടുത്ത് ഏറ്റു പറയുമ്പോൾ, കരുണയുള്ള നമ്മുടെ ദൈവം നമ്മുടെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും തകർച്ചകളിൽ നമ്മളെ വിടുവിക്കും. നമ്മുടെ മടക്കയാത്ര, ഒരു മടക്കയാത്ര, ദൈവത്തിലേക്കുള്ള ഒരു മടക്കയാത്ര. ജീവിതത്തിന്റെ ചിലപ്പോൾ 20 വയസ്സായവരായിരിക്കും ഇവിടെ ഇരിക്കുക, 25 വയസ്സുള്ളവരുണ്ടാവാം, 50 വയസ്സുള്ളവരുണ്ടാവാം, 70 വയസ്സുള്ളവരുണ്ടാവാം. ഏത് പ്രായത്തിൽപ്പെട്ടവരും ആവട്ടെ, കർത്താവിന് അതൊന്നും പ്രശ്നമില്ല. യേശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് പറയുന്നില്ലേ, നീ ശിശുവായിരുന്നപ്പോഴും, നീ ഗർഭത്തിലായിരുന്നപ്പോഴും, നീ യുവാവായിരുന്നപ്പോഴും, നീ യൗവനത്തിലായിരുന്നപ്പോഴും, നിനക്ക് നര ബാധിച്ചപ്പോഴും, വാർദ്ധക്യത്തിലായിരുന്നപ്പോഴും നിന്നെ ഞാൻ ചുമലിലേറ്റി, ഇനിയും അങ്ങനെ തന്നെ നിന്നെ ഞാൻ ചുമലിലേറ്റും. അപ്പൊ കർത്താവിന് പ്രായം, നമ്മുടെ പ്രായം, നമ്മൾ കർത്താവ് എത്ര പ്രായമായാലും നമ്മൾ ദൈവത്തിന് മുമ്പിൽ വെറും ശിശുക്കൾ മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രായമോ സമയമോ ഒന്നും കർത്താവിന് നോട്ടമില്ല. നമ്മൾ ഇന്ന് കർത്താവിലേക്ക് തിരിയാൻ തയ്യാറാണെങ്കിൽ, എന്റെ കർത്താവെ, ഞാൻ പാപിയാണ്, ഞാൻ ബലഹീനനാണ്, ഞാൻ ഒന്നുമില്ലാത്തവനാണ്, നിന്റെ കൃപയും കരുണയും അതൊന്നു മാത്രമാണ് എന്റെ ധനം എന്ന് പറഞ്ഞ് കർത്താവിലേക്കൊന്ന്
മടങ്ങി വരാൻ തയ്യാറാണെങ്കിൽ, നിന്റെ കരങ്ങൾ ഉയർത്താൻ തയ്യാറാണെങ്കിൽ, എന്റെ കർത്താവേ, ഈ ആഴിയുടെ അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിച്ച് കരയുന്നു, നീ എന്റെ കരം പിടിക്കണം, നീ പിടിച്ചില്ലെങ്കിൽ ഞാൻ പോകും. അതുകൊണ്ടാണ് 116:6 സങ്കീർത്തനങ്ങളുടെ പുസ്തകം 116:6 നമ്മൾ വായിക്കുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, എളിയവരെ അവിടുന്ന് പരിപാലിക്കുന്നു, ഞാൻ നിലം പറ്റിയപ്പോൾ അവിടുന്ന് എന്നെ രക്ഷിച്ചു. ഹല്ലേലൂയ. ബുക്ക് ഓഫ് സാംസ് ചാപ്റ്റർ 116:6 116:6 നമ്മൾ വായിക്കുന്നു, എളിയവരെ അവിടുന്ന് പരിപാലിക്കുന്നു, ഞാൻ നിലം പറ്റിയപ്പോൾ അവിടുന്ന് എന്നെ രക്ഷിച്ചു. പ്രിയ കുഞ്ഞെ, നീ ഞാനും നിലം പറ്റാൻ എളിമപ്പെടാൻ തയ്യാറാണെങ്കിൽ അവിടുന്ന് നമ്മളെ തീർച്ചയായും രക്ഷിക്കും. നിലം പറ്റുമ്പോൾ നമ്മുടെ ഭക്തി നമ്മൾ താത്തണം, അഹങ്കാരം എടുത്തു കളയണം. അഹങ്കാരിക്ക് ഒന്നും കർത്താവിൽ ലഭിക്കുകയില്ല. അഹങ്കരിച്ചിരിക്കുന്ന ആൾക്ക് ആരായിരുന്നാലും എന്തിനെക്കുറിച്ചെങ്കിലും അഹങ്കരിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് പിന്നെ നമ്മിൽ ഒന്നും ചെയ്യാനില്ല. പൗലോസ്ലിഹായുടെ കർത്താവിന്റെ ആത്മാവ് പറഞ്ഞ വചനം എത്രയോ വലിയ വചനമാണ്. പൗലോസ്ലിഹ തന്റെ ബലഹീനതയെക്കുറിച്ച് പറയുന്നുണ്ട്. തന്റെ ശരീരത്തെ പീഡിപ്പിക്കാനായിട്ടൊരു മുള്ള് കർത്താവ് നൽകിയിരിക്കുന്നു. ആ മുള്ള് വിട്ടുമാറാനായിട്ട്, ആ രോഗമായിരിക്കാം, മാനസിക പീഡയായിരിക്കാം, ശാരീരിക ക്ലേശമായിരിക്കാം, ജഡികാസക്തി ആയിരിക്കാം, എന്താണെന്ന് അവിടെ പറയുന്നില്ലെങ്കിലും തന്നിലുള്ള മുള്ള് വിട്ടുമാറാനായിട്ട് പൗലോസ്ലിഹ 3 പ്രാവശ്യം കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോ പറഞ്ഞു, നിനക്ക് എന്റെ കൃപ മതിയെന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്കും വേണ്ടത് ഈശോയുടെ കൃപയാണ്. കൃപ ആ കൃപ സമൃദ്ധമായി ലഭിക്കുന്ന യേശുവിൽ നിന്നാണ്. കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായെന്ന് യോഹന്നാന്റെ സുവിശേഷം 1:16 നമ്മൾ വായിക്കുന്നു. കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായി. കൃപയും സത്യവുമാകട്ടെ അത് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു വഴിയാണത് നമുക്ക് ലഭിക്കുക. പ്രിയപ്പെട്ടവരെ, അപ്പൊ ദൈവത്തിന്റെ കൃപയാണ് എല്ലാം ചെയ്യുന്നത്. എത്ര വചനപ്രഘോഷം നടത്തിയാലും എന്തെല്ലാം കർത്താവിന്റെ കൃപയാണ് പ്രവർത്തിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും നിറയേണ്ടതും ദൈവത്തിന്റെ കൃപയാണ്. ദൈവത്തിന്റെ കൃപ പ്രവർത്തിക്കുമ്പോഴാണ് അനവധിയായ അത്ഭുതങ്ങളും അടയാളങ്ങളും കൃപയിലൂടെയാണ്, ദൈവകൃപയിലാണ് എല്ലാം സാധ്യം. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ പിതാവേ, ഞങ്ങൾക്ക് നിന്റെ കൃപ മതി. ഈശോയെ, ഞങ്ങൾക്ക് നിന്റെ കൃപ മതി. പ്രിയപ്പെട്ടവരെ, നമ്മൾ അടുത്തായിട്ട് കാണുക തോബിത്തിന്റെ പുസ്തകം 12-ാം അധ്യായം നമ്മൾ ധ്യാനിക്കും. തോബിത്തിന്റെ പുസ്തകം 12-ാം അധ്യായം പേജ് നമ്പർ 598 എടുക്കാം. പഴയ നിയമത്തില് നമുക്കറിയാം, വലിയ സ്വർഗീയ മഹിമകൾ ഉൾക്കൊള്ളുന്ന പുസ്തകമാണ് തോബിത്തിന്റെ പുസ്തകം. തോബിത്തിന്റെ പുസ്തകത്തിൽ നമുക്കറിയാം, തോബിത്ത് എന്ന് പറയുന്ന പേജ് നമ്പർ 598 12-ാം അധ്യായം നമ്മൾ ധ്യാനിക്കും. എന്നാലും നമുക്കതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരുപക്ഷെ തോബിത്തിന്റെ പുസ്തകം വായിച്ചിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. പലരും ഇവിടെ കൂട്ടായ്മയിലിരിക്കുന്ന പലരും വായിച്ചിട്ടുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതം നയിക്കുന്നവരെല്ലാം ഈ തോബിത്തിന്റെ പുസ്തകം വായിക്കണം. നമുക്കറിയാം, തോബിത്ത് എന്ന് പറയുന്ന നല്ല മനുഷ്യൻ, അദ്ദേഹം അനാഥനായിരുന്നു. ചെറുപ്പത്തിലെ പിതാവും മാതാവും നഷ്ടപ്പെട്ടു പോയ ഒരു അനാഥനായ മനുഷ്യൻ, മനസ്സിലായില്ലേ? എന്നാൽ ദൈവഭക്തിയിലും ദൈവമാർഗത്തിലും ജീവിച്ചിരുന്നു. ശവസംസ്കാരങ്ങൾ അങ്ങനെ വിജാതി രാജാക്കന്മാരുടെ ഇടയ്ക്ക് പരദേശിയായി താമസിക്കുമ്പം യഹൂദർ മരിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം കൊണ്ട് ആരും അറിയാതെ കൊണ്ടുപോയി ശവശരീരങ്ങളൊക്കെ കൊണ്ടുപോയി മറവ് ചെയ്യുമായിരുന്നു. അതെല്ലാം രാജകൽപ്പനക്ക് അല്ലെ രാജശിക്ഷയ്ക്ക്, വധശിക്ഷയ്ക്ക് പോലും അർഹമായ കുറ്റമാണ്. എന്നാൽ ദൈവസ്നേഹത്തെ പ്രതിയും തന്റെ സ്വജനത്തോടുള്ള ആ സ്നേഹത്തെ പ്രതിയും ഈ തോബിത്ത് എന്ന് പറയുന്ന നല്ല മനുഷ്യൻ മൃതശരീരങ്ങൾ കിടക്കണം കണ്ടു കഴിഞ്ഞാൽ അത് ആരും അറിയാതെ എടുത്തുകൊണ്ടുപോയി മറവ് ചെയ്യും. അപ്പൊ അതെല്ലാം ഇങ്ങനെ ചെയ്യുന്ന ഓരോ പുണ്യപ്രവൃത്തിയും എപ്പോഴും ദൈവത്തിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തും. നമ്മൾ ചെയ്യുന്ന ഓരോ പുണ്യപ്രവൃത്തിയും. ഈശോ പറഞ്ഞില്ലേ, എന്റെ നാമത്തിൽ ഈ ചെറിയ ഒരുവന് ഒരു ഗ്ലാസ് ദാഹജലം കൊടുക്കുമ്പോൾ അതുപോലും എഴുതപ്പെട്ടിരിക്കുന്നു, അല്ലെ? അതിനുപോലും പ്രതിഫലം ലഭിക്കും. അതുകൊണ്ട് ഇങ്ങനെ വലിയ പുണ്യപ്രവർത്തികൾ ചെയ്തിരുന്ന നല്ലൊരു നീതിമാനായ മനുഷ്യനാണ് തോബിത്ത്. നമുക്കറിയാം. അങ്ങനെ ഒരിക്കല് അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ശവശരീരം മറവ് ചെയ്തിട്ട് കാരണം ശവശരീരം മറവ് ചെയ്തിട്ട് വീടിന്റെ അകത്ത് കയറി ക്ഷീണിച്ച അവശനായപ്പോൾ വീടിനകത്ത് കയറി കിടക്കാതെ വീടിന്റെ മതിൽക്കെട്ടിനുള്ളിൽ, ആ മതിൽക്കെട്ടിനോട് ചേർന്ന് തറയിൽ കിടന്നപ്പോൾ ഒരു പക്ഷി രാത്രി കിടന്നുറങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിൽ കാഷ്ടിച്ചു. അപ്പൊ അതിന്റെ കാഷ്ടം വീണിട്ട് എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. അപ്പൊ അന്ധനായി തീർന്ന തോബിത്തിനെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നോക്കൂ, ഈ തോബിത്ത്, അങ്ങനെ തോബിത്തിന്റെ പുസ്തകം 3-ാം അധ്യായമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അറിയാം, ഈ തോബിത്തിന്റെ കണ്ണിലെ കാഴ്ച നഷ്ടപ്പെട്ടു. അത് നമ്മൾ സാറായുടെ ഭാവം വായിക്കുന്നു. സാറ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, റഘുവേലിന്റെ മകള്, അല്ലെ? അവൾ 6 പേരെ വിവാഹം കഴിച്ചതാണ്. 6 പേരും 7 പേരെ വിവാഹം കഴിച്ചാണ്. 7 പേരും വിവാഹരാത്രി തന്നെ അസ്മോദേവസ് എന്ന് പറയുന്ന ദുഷ്ടപിശാചിനാൽ വധിക്കപ്പെട്ടിരുന്നു. സാറയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. റഘുവേലിന്റെ പുത്രി സാറ 7 ഭർത്താക്കന്മാരെ ലഭിച്ചു. 7 പേരും
വിവാഹരാത്രിയിൽ തന്നെ അസ്മോദേവസ് എന്ന് പറഞ്ഞ ദുഷ്ടഭൂതത്താൽ വധിക്കപ്പെട്ടു. ഈ രണ്ട് വ്യക്തികളുടെ ജീവിതത്തിലേക്ക് റഫായൽ മാലാക കടന്നു വരുന്ന ഭാഗമാണ്. റഫായൽ മാലാക വന്നിട്ട് അവരെ വിമോചിപ്പിക്കുന്ന വലിയ ഭാവമാണ്. അതാണ് തോബിത്തിന്റെ പുസ്തകം 3:17 തോബിത്തിന്റെ പുസ്തകം 3:17 വലിയ വചനമാണ്. നമ്മൾ മിക്കവാറും ചെല്ലും, നമ്മൾ കൂടെ ചെല്ലുന്നതാണ്. പ്രത്യേകിച്ചും അസ്മോദേവസ് എന്ന അതിലെ അവർ തോബിത്ത് 3:17 അവർ ഇരുവർക്കും ഉപശാന്തി നൽകാനും തോബിത്തിന്റെ കണ്ണുകളിലെ വെളുത്ത പടലം നീക്കം ചെയ്യാനും റഘുവേലിന്റെ പുത്രി സാറായെ തോബിത്തിന്റെ പുത്രൻ തോബിയാസിന് വധുവായി നൽകാനും അസ്മോദേവസ് എന്ന ദുഷ്ടഭൂതത്തെ ബന്ധിക്കാനും റാഫായേൽ നിയുക്തനായി. ഇല്ലേ? നമുക്കറിയാലോ, സാറയെ സ്വന്തമാക്കാൻ തോബിയാസിനായിരുന്നു അവകാശം. തോബിത്ത് മടങ്ങി വന്ന് വീട്ടിലേക്ക് കയറിയതും റഘുവേലിന്റെ പുത്രി സാറ മുകളിലെ മുറയിൽ നിന്ന് ഇറങ്ങി വന്ന് ഒരേ നിമിഷത്തിലായിരുന്നു തോബിത്ത് 3:17-18 നമ്മൾ വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ നോക്കൂ. അപ്പം അങ്ങനെ ഇതാണ് തോബിത്തിന്റെ പുസ്തകത്തിൽ നമ്മളിങ്ങനെ വായിച്ചു വരുമ്പം അങ്ങനെ പോയിട്ട് ഈ തോബിത്ത് കുറെ സമ്പത്ത് ചെറുപ്പത്തില് കുറെ പണസഞ്ചി അദ്ദേഹത്തിന്റെ സുഹൃത്ത് അങ്ങ് എക്ബത്താന എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മേടിക്കാനായിട്ട് ഈ തോബിയാസിനെ അയക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് കൂടെ പോകാനായിട്ട് ഒരു എന്താ പറയുക ബോഡി ഗാർഡ് വേണമായിരുന്നു. ഈ ബോഡി ഗാർഡായിട്ട് ഒരു ആളിനെ അന്വേഷിക്കുമ്പോഴാണ് ഈ ദൂതൻ റഫായൽ മാലാക വരുന്നത്. റഫായൽ മാലാക ഒരു ദൂതന്റെ വേഷത്തിൽ വരുന്നത്. അങ്ങനെ വെളിപ്പെടുത്തുന്നില്ല, മാലാകയാണെന്നൊന്നും വെളിപ്പെടുത്താതെ അദ്ദേഹം ഈ മാലാക പോയി നമ്മുടെ റഫായൽ മാലാക തോബിയാസിന്റെ കൂടത്തിൽ പോയി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് ഈ റഘുവേലിന്റെ അടുത്തേക്ക് എക്ബത്താനയിലേക്ക് പോകുന്ന വഴിക്ക് റഫായൽ മാലാക പറയുന്നുണ്ട്, ഇങ്ങനെ റഘുവേൽ എന്ന് പറയുന്ന ഒരാളുണ്ട്, റഘുവേലിന് ഒരു മകളുണ്ട്, അവളുടെ പേര് സാറ എന്നാണ്, ആ സാറയെ വിവാഹം കഴിക്കാൻ നിനക്കാണ് അവകാശം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ കഥയും കാര്യങ്ങളൊക്കെ അവർ കേൾക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ ഒരു സാറ എന്നൊരു പെൺകുട്ടി അവിടെ ഉണ്ട്, അവൾ 7 പ്രാവശ്യം വിവാഹം കഴിച്ചതാണെന്നും അവൾ വിവാഹം കഴിച്ച അതേ രാത്രിയിൽ തന്നെ അവളുടെ 7 ഭർത്താക്കന്മാർ മരിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ തോബിയാസിനും അറിയാം. തോബിയാസും ഈ സംഭവം കേട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ തോബിയാസ് റഫായൽ മാലാകയോട് പറയുന്നുണ്ട്, മാലാക ഇങ്ങനെയാണ് ദൂത ഇങ്ങനെയാണ് സംഭവം, ഇങ്ങനെ ഇവളിങ്ങനെ 7 പ്രാവശ്യം വിവാഹം കഴിച്ചതാണ്, അവള് വിവാഹരാത്രിയിൽ തന്നെ അവളുടെ ഓരോ ഭർത്താക്കന്മാരും മരിച്ചു, ഞാൻ ഇവളെ വിവാഹം കഴിച്ചാൽ ഞാനും ആ രാത്രി തന്നെ മരിക്കും, അങ്ങനെ ഞാൻ മരിച്ച എന്റെ പിതാവിനും മകനും എന്റെ അപ്പനും അമ്മയ്ക്കും മകനോ മകളോ ആയി ഞാൻ മാത്രമേ ഉള്ളൂ, അങ്ങനെ ഞാനും കൂടെ മരിച്ചു കഴിഞ്ഞാൽ എന്റെ പിതാവ് ഹൃദയം പൊട്ടി വേദന കൊണ്ട് മരിക്കും, അതുകൊണ്ട് എനിക്ക് ഈ വിവാഹം വേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ റഫായൽ മാലാക പറയുകയാണ്, തോബിയാസിനോട് പറയാണ് അത് വേണ്ട. യാത്രക്കിടയ്ക്ക് ഇവരെയും തോബിത്തിന്റെ ഭവനത്തിൽ നിന്ന് റഘുവേലിന്റെ വീട്ടിലേക്കുള്ള യാത്രക്കിടയ്ക്ക് അവർ ടൈഗ്രീസ് നദിയിൽ ഇറങ്ങി കുളിക്കുന്ന ഭാഗമെല്ലാം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവർ നദിയിൽ ഇറങ്ങി കുളിക്കുന്ന സമയത്ത് ഒരു മത്സ്യം ഈ തോബിയാസിനെ വിഴുങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ദൂതൻ വിളിച്ചു പറയും, ഉടനെ തന്നെ മത്സ്യത്തെ പിടിച്ച് അതിനെ കരയിലേക്ക് എറിയാൻ പറയും. അതിനെ എറിഞ്ഞ് കരയിലിട്ട് കൊന്ന് അതിന്റെ ചങ്കും കരലും ചങ്കും കരലും എടുത്ത് സൂക്ഷിക്കാൻ പറയും. അതിന്റെ ചങ്കും കരലും കയ്പയും എടുത്ത് സൂക്ഷിക്കാൻ പറയും. മത്സ്യത്തിന്റെ ചങ്കും കരലും കയ്പയും എടുത്ത് സൂക്ഷിക്കാൻ പറയും. എന്നിട്ട് ആ മത്സ്യത്തെ അവര് മുറിച്ച് പുഴുങ്ങി അന്നെ തിന്ന്, എന്നിട്ട് ഈ ചങ്കും കരലയും കയ്പയുമായിട്ടാണ് ഇവർ യാത്ര പോകുന്നത്, റഘുവേലിന്റെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പൊ റഘുവേലിന്റെ ആ യാത്രയിലാണ് ഇങ്ങനെ ഇദ്ദേഹം പറയുന്നത്, ദൂതൻ തോബിയാസിനോട് പറയുക, മകനെ തോബിയാസെ, ഇങ്ങനെ റഘുവേലിന് ഒരു മകളുണ്ട് സാറ, നീ അവളെ വിവാഹം കഴിക്കണം. അപ്പോഴാണ് ഈ കഥയൊക്കെ പറയുന്നത്. എന്താണ്, ഇവളെ 7 പ്രാവശ്യം വിവാഹം ചെയ്തതാണ്, ഇവളെ ഞാൻ വിവാഹം കഴിച്ചാൽ ഈ രാത്രിയിൽ ഞാനും കൊല്ലപ്പെടും, എന്റെ പിതാവും മാതാവും എല്ലാം എന്റെ മരണവാർത്ത അറിഞ്ഞ് അവർ വേദന കൊണ്ട് മരിക്കും, അതുകൊണ്ട് വേണ്ട. അപ്പൊ ദൂതൻ പറയാണ്, എന്റെ മോനെ അങ്ങനെയല്ല, നീ അവളെ വിവാഹം കഴിക്കണം, നീ ഇത് ചെയ്താൽ മതി. വിവാഹം കഴിക്കുമ്പം വിവാഹരാത്രിയിൽ, അതാണ് തോബിത്ത് 8:1-4 വരെയുള്ള തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്, വിവാഹരാത്രിയിൽ നീ മണവറയിൽ പ്രവേശിക്കുമ്പോൾ നീ ഇങ്ങനെ ചെയ്യണം, മണവറയിൽ വെച്ചിട്ടുള്ള ആ ധൂപകലശത്തിൽ ഈ മത്സ്യത്തിന്റെ ചങ്കും കരളും കയ്പിട്ട് നീ പുകയ്ക്കണം. മണവറയിൽ വെച്ചിരിക്കുന്ന ധൂപകലശത്തിൽ ഈ മത്സ്യത്തിന്റെ ടൈഗ്രീസ് നദിയിൽ നിന്ന് പിടിച്ച ഈ മത്സ്യത്തിന്റെ ചങ്കും കരളും കയ്പിട്ട് നീ പുകയ്ക്കുക. അങ്ങനെ പുകച്ചു കഴിയുമ്പോൾ സംഭവിക്കും, ഈ സാറായെ ബന്ധിച്ചിട്ടിരിക്കുന്ന സാറായെ ബന്ധനത്തിലാക്കിയിരിക്കുന്ന, ആ കുടുംബത്തെ ബന്ധനത്തിലാക്കിയിരിക്കുന്ന അസ്മോദേവസ് എന്ന ദുഷ്ടഭൂതം ആ കുടുംബത്തിൽ നിന്ന് പാലായനം ചെയ്യുമ്പം അതിനെ ദൂതൻ ബന്ധിക്കും. അതാണ് നമ്മൾ തോബിത്ത് 8:1-4 തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇല്ലേ? മണവറയിൽ അവർ തനിച്ചായപ്പോൾ തോബിയാസ് എഴുന്നേറ്റ് പറഞ്ഞു, ദൂതൻ കൽപ്പിച്ചതനുസരിച്ച് ധൂപകലശത്തിലെ തീക്കനലിൽ മത്സ്യത്തിന്റെ ചങ്ങുകളിലോട്ട് പുകച്ചു. മണമേറ്റപ്പോൾ പിശാച് ഈജിപ്തിന്റെ അങ്ങേയത്തേക്ക് പാലായനം ചെയ്തു, ദൂതൻ അവനെ ബന്ധിച്ചു. വലിയ വചനമാണ്. അപ്പം നമ്മൾ കുടുംബജീവിതം നയിക്കുന്നവരെല്ലാം പ്രത്യേകം വായിക്കേണ്ട വചനഭാഗമാണ് ഈ തോബിത്തിന്റെ പുസ്തകം. കാരണം കുടുംബജീവിതത്തെ നശിപ്പിക്കുന്ന, കുടുംബങ്ങളെയും കുടുംബജീവിതത്തെയും നശിപ്പിച്ച് നമുക്ക് മരണം മുന്നിൽ കൊണ്ടുവരുന്ന വലിയ തിന്മയുടെ ശക്തിയാണ് ഈ അസ്മോദേവസ് എന്ന് പറയുന്ന ദുർഭൂതം, ദുഷ്ടപിശാച്. മിക്കവാറും ഈ ആത്മഹത്യ, കൊലപാതകങ്ങളെല്ലാം കൊണ്ടുവരുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയ
ശക്തിയുള്ള ഒരു പിശാചാണ്. നമ്മുടെ ശുശ്രൂഷകളിൽ അനേക തവണ അത് വെളിപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ ശുശ്രൂഷയിൽ കൂടെ നിൽക്കുന്ന പ്രേക്ഷകർക്കെല്ലാം അറിയാം, എത്രയോ തവണ ഞാൻ അസ്മോദേവസ് ആണെന്ന് പറഞ്ഞ് വെളിപ്പെട്ടിരിക്കും, എത്രയോ തവണ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദുഷ്ടഭൂതത്തെ ബന്ധിച്ച് വായിക്കണം. ഇത് വലിയ ശക്തമാണ്. നമ്മൾ പ്രത്യേകിച്ച് തോബിത്തിന്റെ പുസ്തകം 3-ാം അധ്യായം, 6-ാം അധ്യായം, 8-ാം അധ്യായം നമ്മൾ വായിക്കണം. കുടുംബജീവൻ നയിക്കുന്നവരെല്ലാം വായിക്കേണ്ടതാണ്. തോബിത്ത് 3, 4 എല്ലാം വായിച്ചെന്നല്ല, അറ്റ്ലീസ്റ്റ് തോബിത്ത് 3, 6, 8 വായിക്കുക. അത് വായിക്കുന്ന ഒത്തിരി നല്ലതായിരിക്കും. അങ്ങനെ ഈ സാറായിലുള്ള അല്ല ആ കുടുംബത്തിലുള്ള അസ്മോദേവസ് എന്ന ദുഷ്ടഭൂതത്തെ ബന്ധിച്ച് നിത്യനരകത്തിലേക്ക് അയച്ചതിന് ശേഷം ഇനിയാണ് നമ്മൾ 12-ാം അധ്യായത്തിലേക്ക് വരികയാണ്. പേജ് നമ്പർ 598. അപ്പൊ ഈ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ, പുതുതായിട്ട് വായിക്കുന്നവർക്ക് അല്ലെ ആദ്യമായിട്ട് ഈ തോബിത്തിന്റെ പുസ്തകം വായിക്കുന്നവർക്ക് എന്താണെന്നൊരു ഏകദേശം ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. ഓക്കെ, നമുക്ക് വായിക്കാം. റഫായേൽ തന്നെ വെളിപ്പെടുത്തുന്നു. തോബിത്ത് മകൻ നോക്കൂ പ്രിയപ്പെട്ടവർ, ഇത് കഴിഞ്ഞിട്ട് എന്താ സംഭവം എന്ന് വെച്ചാല്, ഈ സാറായിട്ടുള്ള വിവാഹമൊക്കെ നടത്തി, ആ രാത്രി തന്നെ വിവാഹം എല്ലാം നടത്തി. തോബിയാസ് മരിച്ചു പോകുന്നാണ് സാറയുടെ അപ്പനും അമ്മയും വിചാരിച്ചത്. സാറയുടെ അപ്പനും അമ്മയും വിചാരിച്ചിരുന്നത് എന്താണ്? കാരണം 7 ഭർത്താക്കന്മാർ മരിച്ചതാണ് ഓൾറെഡി. അപ്പം ഇവരെ രണ്ടുപേരെയും മുറിയിലേക്ക് കൊണ്ടേ ആക്കിയിട്ട് ഈ സാറയുടെ അപ്പൻ റഘുവേൽ പോയിട്ട് ഓൾറെഡി പോയി ഒരു ശവക്കുഴി ഉണ്ടാക്കുന്നുണ്ട്. റഘുവേൽ പോയി ശവക്കുഴി, അവരുടെ കൃത്യന്മാരുടെ പറഞ്ഞ ശവക്കുഴിയൊക്കെ ഉണ്ടാക്കിയിട്ട് കാത്തിരിക്കുകയാണ് ഈ രാത്രിയിൽ. കാരണം ഇവനും മരിക്കും, അടക്കാൻ വേണ്ടിയിട്ട്. അതൊന്നും സംഭവിക്കുന്നില്ല. അസ്മോദേവസ് എന്ന ദുഷ്ടഭൂതത്തെ റഫായേൽ മാലാഖ ബന്ധിച്ച് വെളിയിലാക്കി നിത്യനരകത്തിലേക്ക് അയച്ചു. അതിനുശേഷം അവർ വിവാഹമെല്ലാം നല്ലവണ്ണം ആഘോഷിക്കുന്നു. ഈ അപ്പൻ തോബിത്ത് കടം കൊടുത്തിരുന്ന പൈസ വാങ്ങാനായിട്ട് ദൂതനെ പറഞ്ഞു വിടുന്നു. അവർ പണമൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു. അവരെല്ലാം ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ആഘോഷിച്ച് 14 ദിവസത്തെ ആഘോഷവും പിന്നെ ആഘോഷവും എല്ലാം കഴിഞ്ഞിട്ട് ഇവർ പതുക്കെ തിരിച്ച് മടങ്ങി. റഫായേൽ മാലാഖയും റഫായേൽ മാലാഖയും തോബിയാസിന്റെ ഭാര്യ സാറയും പരിവാരങ്ങളും എല്ലാം ആയിട്ട് ഇങ്ങനെ തോബിത്തിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ പോയി ഇവരിങ്ങനെ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ്. അപ്പൊ തോബിത്തിന്റെ ഭാര്യ പറയുന്നുണ്ട്, അന്ന പറയുന്നുണ്ട്, എന്റെ മകൻ മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അങ്ങനെ എന്തായിരുന്നാലും കാത്തിരുന്ന അവസാനം ഇവര് തിരിച്ചു ചെന്ന് കഴിയുമ്പോഴുള്ള സംഭവമാണ് നമ്മൾ വായിക്കുന്നത് കേട്ടോ. വായിക്കാം. റഫായേൽ തന്നെ വെളിപ്പെടുത്തുകയാണ്. തോബിത്ത് മകൻ തോബിയാസിനെ വിളിച്ചു പറഞ്ഞു, മകനെ, നിന്നോടൊപ്പം വന്നവന്റെ കൂലി കൊടുക്കുക, പറഞ്ഞിരുന്നതിലും കൂടുതൽ കൊടുക്കണം. അവൻ പറഞ്ഞു, പിതാവേ, ഞാൻ കൊണ്ടുവന്നതിന്റെ പകുതി കൊടുത്താലും ദോഷമില്ല. അവൻ എന്നെ സുരക്ഷിതനായി നിന്റെ അടുക്കൽ തിരിച്ചെത്തിച്ചു. എന്റെ ഭാര്യയെ സുഖപ്പെടുത്തി, എനിക്ക് വേണ്ടി പണം വാങ്ങി നിന്നെയും സുഖപ്പെടുത്തി. നോക്കൂ, തിരിച്ചു വരുമ്പോൾ മുൻ അധ്യായങ്ങൾ വായിച്ചാൽ മതി. തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു മത്സ്യത്തിന്റെ കയ്പ എടുത്ത് കണ്ണിൽ പുരട്ടുമ്പോൾ കണ്ണ് സുഖപ്പെടും. അങ്ങനെ നമ്മൾ മത്സ്യത്തിന്റെ ചങ്കും കരലും ധൂപകലത്തിലിട്ട് പോയപ്പോഴാണ് പിശാച് പലായനം ചെയ്ത്. എന്നാൽ കയ്പ കണ്ണിൽ പുരട്ടിയപ്പോഴാണ് തോബിത്തിന്റെ കണ്ണിലെ വെളുത്ത പടലം നീങ്ങിപ്പോയത്, കണ്ണിന് കാഴ്ച കിട്ടിയത്. അപ്പം തോബിത്തിന്റെ കണ്ണ് സുഖപ്പെടുത്തി, ഭാര്യയെ സുഖപ്പെടുത്തി, എല്ലാം ചെയ്തു. എനിക്ക് വേണ്ടി പണം വാങ്ങി നിന്നെയും സുഖപ്പെടുത്തി. 4-ാമത്തെ തിരുവചനം. വൃദ്ധൻ പറഞ്ഞു, അവനത് അർഹിക്കുന്നു. അവൻ ദൂതനെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവന്നതിന്റെ എല്ലാം പകുതി എടുത്തുകൊള്ളുക. നോക്കൂ, വലിയൊരു സന്ദേശം ഇവിടെ നൽകുന്നുണ്ട്. നോക്കൂ, ആ കുടുംബത്തെ മുഴുവൻ തോബിത്ത് എന്ന് പറയുന്നതിന്റെ അന്ധനായ മനുഷ്യന്റെ കണ്ണുകൾ സുഖപ്പെടുത്തി, തോബിത്തിന്റെ മകൻ തോബിയാസിന്റെ ഭാര്യ സാറയെ സുഖപ്പെടുത്തി, തോബിത്ത് എന്ന് പറഞ്ഞ അപ്പൻ അങ്ങ് വിദൂരത്ത് നിക്ഷേപിച്ചിരുന്ന പണം മറ്റൊരാളിൽ നിന്ന് പോയി തിരിച്ചു കൊണ്ടുവന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞപ്പോ ഈ വൃദ്ധനായ തോബിത്ത് പറയുകയാണ്, മകനോട് പറയേണ്ട, മകനെ, അവൻ പറഞ്ഞു അത് അർഹിക്കുന്നു. അവൻ ദൂതനെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവന്നതിന്റെ എല്ലാം, എന്തെല്ലാം കൊണ്ടുവന്നോ അതിന്റെ എല്ലാം പകുതി എടുത്തോളാൻ പറയുകയാണ്. നോക്കൂ, ഒരു ദൈവിക അല്ലെ എല്ലാം നഷ്ടപ്പെടാമായിരുന്ന, അന്ധത ബാധിച്ച് കുടുംബം നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെടാമായിരുന്ന ആ കുടുംബത്തിലേക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഈ ഒരു ദൂതനിലൂടെ ആ കുടുംബത്തിൽ വരുവാണ്. അങ്ങനെ ഈ കുടുംബത്തിലേക്ക് എല്ലാ അനുഗ്രഹങ്ങളും വരുമ്പം നന്മയുള്ള ആ വൃദ്ധ പിതാവ് പറയുന്ന എന്താണ്? ആ ദൂതനത് അർഹിക്കുന്നു. അവന് കുറച്ചു കൊടുത്താൽ പോരാ, അവന് കൊണ്ടുവന്നതിന്റെ പകുതിയും അതിലേറെ കൊടുത്താലും കുഴപ്പമില്ല. കാരണം ജീവൻ തിരിച്ചു കിട്ടി, ഭാര്യയെ കിട്ടി, മക്കളെ കിട്ടി, എല്ലാം കിട്ടി. മനസ്സിലായില്ലേ? ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മൾ ദൈവവേലയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, കുഞ്ഞു കാര്യങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമ്മളത് വിളിച്ചു പറഞ്ഞ് ഘോഷിച്ച്, ചിലപ്പോൾ കർത്താവിന് വേണ്ടി ചിലപ്പോൾ 500 രൂപ കിട്ടിയിരിക്കുക, അല്ലെങ്കിൽ 500 രൂപ നേർച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു 5000 രൂപ കൊടുത്താലും സഹായിച്ചിട്ടുണ്ടാവും. ഇതെല്ലാം വിളിച്ചു പറഞ്ഞ് കൊട്ടി ഘോഷിച്ച് അല്ല. നോക്കൂ, ഈ വൃദ്ധനായ മനുഷ്യൻ പറയുന്ന നോക്കൂ, ഇത്രയും സൗഖ്യം എന്റെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നപ്പം അവൻ എനിക്ക് കിട്ടിയതിന്റെ പകുതി എടുക്കാനും അവൻ അർഹനാണെന്ന് പറയുകയാണ്.
ദൂതൻ മേടിക്കുന്നില്ല, അത് വേറെ കാര്യം. എന്നാലും ആ വലിയ മനസ്സാണ് നമ്മൾ ആലോചിക്കേണ്ടത്. 6-ാം തിരുവചനം. ദൂതൻ രണ്ടുപേരെയും രഹസ്യമായി വിളിച്ചു പറഞ്ഞു, വലിയ കാര്യമാണ്. ദൂതൻ രണ്ടുപേരെയും രഹസ്യമായി വിളിച്ചു പറഞ്ഞു, ദൈവത്തെ സ്തുതിക്കുകയും അവിടത്തേക്ക് നന്ദി പറയുകയും ചെയ്യുവൻ. അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെ പ്രതി സകല ജീവികളുടെയും മുമ്പിൽ അവിടുത്തെ മഹത്വപ്പെടുത്തുകയും അവിടത്തേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യും. വലിയ വചനമാണ് പ്രിയപ്പെട്ട, നമ്മളെല്ലാവരും ഓർത്തിരിക്കുക. അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെ പ്രതി സകല ജീവികളുടെയും മുമ്പിൽ അവിടുത്തെ മഹത്വപ്പെടുത്തുകയും അവിടത്തേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുവൻ. ദൈവത്തിന്റെ പ്രവൃത്തികൾ പ്രഘോഷിച്ച് അവിടുത്തെ പുകഴ്ത്തുകയും അവിടുത്തെ നാമത്തിന് മഹത്വം നൽകുകയും ചെയ്യുന്നത് ഉചിതമത്രേ. അവിടത്തേക്ക് നന്ദി പറയാൻ അമാന്തമരുത്. പ്രിയപ്പെട്ട കുഞ്ഞെ, നിന്റെ ജീവിതത്തിൽ കിട്ടിയിരിക്കുന്ന ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ അമാന്തമരുത്, വൈകരുത്, നാളത്തേക്ക് മാറ്റിവെക്കരുത്. ഇന്ന് തന്നെ നന്ദി പറയണം, ഇപ്പോൾ തന്നെ നന്ദി പറയണം. രാജാവിന്റെ രഹസ്യം സൂക്ഷിക്കുന്നത് നല്ലത്. ദൈവത്തിന്റെ പ്രവൃത്തികൾ പ്രസിദ്ധമാക്കുന്നത് മഹനീയമാണ്. നന്മ ചെയ്യുക, നിനക്ക് തിന്മ ഭവിക്കുകയില്ല. ഉപവാസം, ദാനധർമ്മം, നീതി എന്നിവയോട് കൂടിയാവുമ്പോൾ പ്രാർത്ഥന നല്ലതാണ്. നീതിയോട് കൂടിയ അല്പമാണ്, അനീതിയോട് കൂടിയ അധികത്തേക്കാൾ അഭികാമ്യം. സ്വർണം കൂട്ടിവെക്കുന്നതിനേക്കാൾ ദാനം ചെയ്യുന്നത് നന്ന്. സ്വർണം കൂട്ടിവെക്കുന്നതിനേക്കാൾ ദാനം ചെയ്യുന്നത് നന്ന്. സ്വർണം കൂട്ടിവെക്കുന്നതിനേക്കാൾ ദാനം ചെയ്യുന്നത് നന്ന്. ദാനധർമ്മം മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു, അത് സകല പാപങ്ങളും തുടച്ചു നീക്കുന്നു. പരോപകാരവും നീതിയും പ്രവർത്തിക്കുന്നവർ ജീവിതത്തിന്റെ പൂർണ്ണത ആസ്വദിക്കും. പരോപകാരവും നീതിയും പ്രവർത്തിക്കുന്നവർ ജീവിതത്തിന്റെ പൂർണ്ണത ആസ്വദിക്കും. പാപം ചെയ്യുന്നവൻ സ്വന്തം ജീവന്റെ ശത്രുവാണ്. പാപം ചെയ്യുന്നവൻ സ്വന്തം ജീവന്റെ ശത്രുവാണ്. ഞാൻ നിങ്ങളിൽ നിന്ന് ഒന്നും ഒളിച്ചു വെക്കുകയില്ല. രാജാവിന്റെ രഹസ്യം സൂക്ഷിക്കുന്നത് നല്ലത്. ദൈവത്തിന്റെ പ്രവൃത്തികൾ പ്രസിദ്ധമാക്കുന്നത് മഹനീയമെന്ന് ഞാൻ പറഞ്ഞല്ലോ. നീയും നിന്റെ മരുമകൾ സാറായും പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന പരിശുദ്ധനായവനെ ഞാൻ അനുസ്മരിപ്പിച്ചു. നോക്കൂ, നമ്മൾ എപ്പോഴും സത്യസന്ധമായിട്ട് ദൈവത്തിനടുത്ത് പ്രാർത്ഥിക്കുന്നു. നീയും നിന്റെ മരുമകൾ ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ചപ്പോൾ നിന്റെ പ്രാർത്ഥന പരിശുദ്ധനായവനെ അനുസ്മരിച്ചു. പ്രിയപ്പെട്ടവരെ, അത് അന്ന് 5000 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചൊരു കാര്യം ഇന്ന് ഈ നിമിഷവും ഇന്നും ലൈവ് തന്നെയാണ്. നീയും നിന്റെ കുടുംബവും ഞാനും എന്റെ കുടുംബവും ഹൃദയം നുറുങ്ങി കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധനായവന്റെ മുമ്പിൽ റഫായൽ മാലാഖയും കർത്താവിന്റെ ദൂതഗണങ്ങളും എപ്പോഴും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അന്ന് എന്ത് സംഭവിച്ചു? ഇന്നും ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ നമ്മുടെ കൂടെ ഇല്ലേ? ദൈവം നമ്മുടെ കൂടെ ഇല്ലേ? ഉണ്ട്. സകല വിസ്തരും മാലാഖമാരും ഈ കൂട്ടായ്മയിലുണ്ട്. അപ്പൊ ഹൃദയം നുറുങ്ങി ആരെല്ലാം കർത്താവിന്റെ മുമ്പിൽ ഹൃദയം ചൊരിയുന്നു, അവന്റെ പ്രാർത്ഥന ദൈവത്തിന്റെ തിരുസന്നിധിയിൽ മാലാഖമാർ അർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ നിന്റെ മരുമകൾ സാറായും പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന പരിശുദ്ധനായവനെ ഞാൻ അനുസ്മരിപ്പിച്ചു. നീ മൃതരെ സംസ്കരിച്ചപ്പോൾ ഞാൻ നിന്നോടൊത്തുണ്ടായിരുന്നു. നീ ഒരു നല്ല കാര്യം ചെയ്തപ്പോൾ നിന്റെ കൂടെ മാലാഖ ഉണ്ടായിരുന്നു. ഭക്ഷണമേശയിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് മൃതദേഹം സംസ്കരിക്കാൻ മടിക്കാതിരുന്നതിന്റെ സൽപ്രവൃത്തി എനിക്ക് അജ്ഞാതമായിരുന്നില്ല. ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഏതൊരു സൽപ്രവൃത്തി ചെയ്യുമ്പോഴും കുഞ്ഞെ, ദൈവദൂതന്മാർ നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകയാൽ നിന്നെയും നിന്റെ മരുമകൾ സാറയും സുഖപ്പെടുത്താൻ ദൈവം എന്നെ അയച്ചിരിക്കുന്നു. പ്രിയ കുഞ്ഞെ, നിന്റെ ജീവിതത്തിലെ എന്റെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളിലും നമ്മളെ സുഖപ്പെടുത്താനും സൗഖ്യം നൽകാനും നമുക്ക് വേണ്ടി ദൈവം മാലാഖമാരെ ഓരോ നിമിഷവും അയക്കുന്നുണ്ട്. ഞാൻ റഫായലാണ്. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും പരിശുദ്ധനായവന്റെ മഹത്വത്തിന്റെ സന്നിധിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന 7 വിശുദ്ധ ദൂതന്മാരിൽ ഒരുവൻ. അവർ ഇരുവരും സംഭ്രാന്തരായി ഭയത്തോടെ അവർ കമിഴ്ന്നു വീണു. അവൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങൾ സുരക്ഷിതരാണ്. എന്നേക്കും ദൈവത്തെ സ്തുതിക്കുവിൻ. എന്റെ ഔദാര്യം കൊണ്ടല്ല, നമ്മുടെ ദൈവത്തിന്റെ ഹിതം അനുസരിച്ചാണ് ഞാൻ വന്നത്. അവിടുത്തെ എന്നേക്കും സ്തുതിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ഹിതം അനുസരിച്ച് കർത്താവിന്റെ വിശുദ്ധരും മാലാഖമാരും നമ്മളെ സഹായിക്കാൻ എപ്പോഴും നമ്മുടെ അടുത്ത് വരും. നമ്മുടെ ഹൃദയം തുടങ്ങിയുള്ള പ്രാർത്ഥനകൾ ഒരിക്കലും ദൈവം തിരസ്കരിക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നാളുകളിലെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകിയത് ഛായാദർശനമായിരുന്നു. ഞാൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. നിങ്ങൾ കണ്ടതൊരു ദർശനം മാത്രം. ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുക. ഞാൻ എന്റെ അയച്ചവന്റെ അടുത്തേക്ക് മടങ്ങിപ്പോവുകയാണ്. സംഭവിച്ചതെല്ലാം എഴുതി സൂക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മിനിസ്ട്രിയിലും നമ്മുടെ ജീവിതത്തിലൊക്കെ വലിയ അത്ഭുതമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഇതെല്ലാം എഴുതി സൂക്ഷിക്കണം. നമ്മൾ പ്രത്യേകിച്ച് ഹോളി ഫയർ അനോയിന്റിംഗ് മിനിസ്ട്രിയുടെ വലിയ മഹനീയമായ ശുശ്രൂഷകളിൽ നിങ്ങൾക്ക് വെളിപ്പെടുന്നതും നിങ്ങൾ കണ്ടതും കാണുന്നതുമായ കാര്യങ്ങളെല്ലാം വരും തലമുറകളെ അറിയിക്കാൻ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കുകയും എഴുതി സൂക്ഷിക്കുകയും ചെയ്യണം. കാരണം ദൈവം ഇന്നും ലൈവാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ പറഞ്ഞ അതേ ദൈവം തന്നെ, ആ യേശു തന്നെ, ആ ത്രിത്വം തന്നെയാണ് ഇപ്പോഴും നമ്മോടൊപ്പം ആയിരിക്കുന്നത്, നമ്മുടെ കൂടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ. എഴുതി സൂക്ഷിക്കണം. അവർ എഴുന്നേറ്റ് വന്നു, എന്നാൽ അവനെ കണ്ടില്ല. അവർ ദൈവത്തിന്റെ മഹനീയവും അത്ഭുതവുമായ പ്രവൃത്തികളെ സ്തുതിക്കുകയും കർത്താവിന്റെ ദൂതൻ തങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നോക്കൂ, നമ്മുടെ ദൈവം നമുക്കായി നൽകിയ വലിയ വചനങ്ങൾ
ജീവിതത്തിന്റെ വലിയ ബന്ധനങ്ങളിലും ക്ലേശങ്ങളിലും പെടാപ്പാടുകളിലും ദാരിദ്ര്യത്തിലും കണ്ണീരിലും നെടുവീർപ്പിലും നിരാശയിലുമായിരിക്കുന്ന ദൈവത്തിന്റെ മകനെ മകളെ, പ്രത്യാശ നഷ്ടപ്പെടുമ്പോൾ പ്രത്യാശയായവൻ അവനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ ഏത് ജീവിതത്തിന്റെ പ്രതിസന്ധിയിലും വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ ഉത്തരം യേശു എന്നാണ്. നീ ശാരീരികമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ, മാനസികമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ, ജഡികാസക്തികൾ നിന്നെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ, അനിയന്ത്രിതമായ കോപവും വിദ്വേഷവും എല്ലാം ഉണ്ടാകുമ്പോൾ, എന്ത് തന്നെയായിട്ട് നിന്റെ പ്രശ്നം, അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. എല്ലാം പരിഹരിക്കുന്ന ഒരേ ഒരു ഉത്തരമാണ്. ആ ഉത്തരത്തിന്റെ പേരാണ് യേശു ക്രിസ്തു, ജീസസ് ക്രൈസ്റ്റ്. അതുകൊണ്ടാണ് 2 കോരിന്തോസ് 1:20 2 കോരിന്ത്യൻസ് 1:20 നമ്മൾ വായിക്കുന്നു, ദൈവത്തിന്റെ എല്ലാ വാഗ്ദാനങ്ങളും യേശു ക്രിസ്തുവിൽ അതേ എന്ന് തന്നെയാണ്. ദൈവത്തിന്റെ എല്ലാ വാഗ്ദാനങ്ങളും യേശു ക്രിസ്തുവിൽ അതേ എന്ന് തന്നെയാണ്. പ്രിയ കുഞ്ഞെ, ലാസർ സ്വന്തമാക്കിയത് ധനവാന്റെയും ലാസറിന്റെയും ഉപമയിലൂടെ നമ്മൾ തുടങ്ങിയത്. ലാസർ സ്വന്തമാക്കിയത് ദൈവത്തെയാണ്, സർവ്വസമ്പത്തിന്റെയും ഉടമയായവനെയാണ്. അവനാണ് സമ്പന്നനായി തരിക. ഈ ലോകത്തിലെ നൈമിഷികമായ ദാരിദ്ര്യവും കണ്ണീരും ദുഃഖവും പ്രിയപ്പെട്ടവർ ഒരുപാട് വേദനയുണ്ട്. കാരണം നമ്മൾ മനുഷ്യരാണ്. വലിയ ഞെരുക്കങ്ങള്, പ്രത്യാശ നഷ്ടപ്പെടുന്ന അനുഭവങ്ങള്, ആരും മനസ്സിലാക്കാത്ത അവസ്ഥകള്, സ്നേഹശൂന്യത, വിരസമായ ജീവിതം, എന്തിനും ജീവിക്കുന്നു എന്ന തോന്നൽ, ജീവിക്കേണ്ട, ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, പ്രത്യാശ നഷ്ടപ്പെട്ടിരിക്കുന്ന വലിയ തോന്നലും നെടുവീർപ്പിലും ഇരിക്കുമ്പോൾ പ്രിയ കുഞ്ഞെ, പ്രത്യാശ യേശുവാണ്. കാരണം അവന്റെ കുരിശുമരണത്തിൽ എല്ലാം തീർന്നു. അവനെ കുരിശിൽ തറച്ചപ്പോൾ എല്ലാം തീർന്നു എന്ന് മുദ്ര വെച്ച യഹൂദജനം, അവന്റെ ശത്രുപക്ഷം. എന്നാൽ കുരിശിൽ തീരാനുള്ളവരല്ല ക്രിസ്ത്യാനി. ഹല്ലേലൂയ! കുരിശിൽ തീരാനുള്ളവനല്ല ക്രിസ്ത്യാനി. കുരിശിൽ നിറക്കി കല്ലറയിൽ അടക്കപ്പെടുമ്പോൾ അവിടുന്ന് 3-ാം ദിവസം ഉദ്ധാനം ചെയ്ത കർത്താവിനെ പോലെ നമ്മളെ ഉദ്ധാനം ചെയ്യിപ്പിക്കും. ഹല്ലേലൂയ! യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്തവന്റെ ആത്മാവ് നമ്മിൽ കുടികൊള്ളുന്നതിനാൽ, ആ പരിശുദ്ധാത്മാവ് നമ്മിൽ കുടികൊള്ളുന്നതിനാൽ പ്രിയപ്പെട്ടവരെ, നമ്മളും ഉദ്ധാനം ചെയ്യും. നമ്മളും കർത്താവിൽ പുതുതായും, കർത്താവിൽ പുതിയ സൃഷ്ടിയാകും. യേശു ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി. ആകയാൽ എല്ലാ പ്രതികൂലങ്ങളിലും നമുക്ക് കർത്താവിനെ അഭയം തേടാം. നമുക്ക് വേണ്ടി ക്രൂശിതനായവന്റെ ആ വിശുദ്ധ കുരിശിൽ, ആ പരിശുദ്ധ കുരിശിൽ കെട്ടിപ്പിടിച്ചു നിൽക്കാൻ പ്രിയപ്പെട്ടവരെ. ആ കുരിശിനോട് ചേർന്ന് നിൽക്കുമ്പോൾ, അവിടുത്തെ തിരുവിലാവിൽ കുത്തപ്പെട്ടപ്പോൾ അവിടുന്ന് ഒഴുകിയിറങ്ങിയ തിരുജലവും തിരുരക്തവും നമ്മുടെ മേൽ വീഴും. അത് നമ്മളെ ശുദ്ധീകരിക്കും. അതിന് മാത്രമേ നമ്മളെ ശുദ്ധീകരിക്കാൻ കഴിയുള്ളൂ. നമ്മൾ വെറും നിസ്സാരരാണ്, ഒരു കഴിവില്ലാത്തവരാണ് പ്രിയപ്പെട്ടവരെ. ഒരു നിമിഷം കർത്താവിന്റെ കരുണ നമ്മിൽ നിന്ന് പിൻവലിക്കപ്പെട്ടാൽ, ഒരു നിമിഷം ഒന്നും പറയാൻ നമുക്കാവില്ല. കർത്താവിനെ നമുക്കൊന്നുമില്ല പ്രിയപ്പെട്ടവരെ. യേശുവിനെ കൂടാതെ, ദൈവത്തെ കൂടാതെ, നമ്മുടെ കർത്താവിനെ കൂടാതെ നമുക്കൊന്നുമില്ല. യോഹന്നാൻ 15:5 എന്നെ കൂടാതെ നിങ്ങൾക്ക് യാതൊന്നും ചെയ്യാനാവില്ല. ആകയാൽ ആബാ പിതാവേ, അങ്ങ് തന്ന ഈ പരിശുദ്ധ വചനത്തെ ഓർത്ത്, പരിശുദ്ധ നിമിഷത്തെ ഓർത്ത്, പരിശുദ്ധ മണിക്കൂറിനെ ഓർത്ത് ഞങ്ങളുടെ പൊന്നു തമ്പുരാനെ ഞങ്ങൾ നന്ദി പറയുന്നു. ഒന്ന്, ഞങ്ങളെ അങ്ങ് പഠിപ്പിച്ചു. ഞങ്ങൾ അനാഥരല്ല, ഞങ്ങൾ ഏകരല്ല. എപ്പോഴും സക്രിയ 2:5 അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട്. സക്രിയ 9:8 ഞങ്ങളുടെ കൂടെയുണ്ട്. യേശയ്യ 27:3-4 ഞങ്ങളുടെ കൂടെയുണ്ട്. സങ്കീർത്തനം 147:13 ഞങ്ങളുടെ കൂടെയുണ്ട്. 1 കോരിന്തോസ് 3:16-17 ഞങ്ങൾ അങ്ങയുടെ ആലയങ്ങളാണ്. ആകയാൽ നീ എപ്പോഴും ഞങ്ങളുടെ കൂടെയുണ്ട്. നിന്റെ മാലാഖമാര് കൂടെയുണ്ട്. പരിശുദ്ധ അമ്മയും വിശുദ്ധരും എപ്പോഴും ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങൾ അനാഥരല്ല. 1 യോഹന്നാൻ 4:4 കുഞ്ഞുമക്കളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. നിങ്ങൾ വ്യാജ പ്രവാചകന്മാരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ആബാ പിതാവേ, വലിയ വേദനകളും ഞെരുക്കങ്ങളും വിശ്വാസ പീഡകളും പരീക്ഷണങ്ങളും നിരാശകളും സ്നേഹരാഹിത്യവും ദാരിദ്ര്യവും കടബാധ്യതകളും രോഗങ്ങളും എല്ലാം കർത്താവെ ഞങ്ങളെ എത്രമാത്രം പീഡിപ്പിക്കുന്നു. എങ്കിലും കർത്താവെ, നിന്റെ കുരിശിനെ ആശ്രയിച്ച്, ആ കുരിശിൽ കെട്ടിപ്പിടിച്ച്, സർവശക്തനായ ദൈവമേ, യേശയ്യ 41:13 നീ ഞങ്ങളുടെ കരം പിടിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കാനുള്ള വലിയ കൃപയും അഭിഷേകവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേട്ട വചനമെല്ലാം ആബാ പിതാവേ, അയോഗ്യദാസനായ എന്നിലും അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളിലും അങ്ങ് മുദ്ര ചെയ്യണമേ, മുദ്രണം ചെയ്യണമേ. ഇഹലോക ജീവിതത്തിലും ഞങ്ങളുടെ ജീവിതകാലം അത്രയും, ഞങ്ങളുടെ മരണവിനാഴികയിലും ഞങ്ങളുടെ നിത്യതയിലും ഞങ്ങൾ കേൾക്കുന്ന വചനമെല്ലാം അങ്ങ് മുദ്ര ചെയ്തുറപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യജീവനായി ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിത്യജീവനായി, നിത്യരക്ഷയ്ക്കായി ഈ വചനമെല്ലാം ഞങ്ങളിൽ രൂപാന്തരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
ആമീൻ. ലൂക്ക 17:10 അപ്രകാരം തന്നെ കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിനു ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസരാണ്, കടമ നിർവഹിച്ചുള്ളെന്ന വചനത്തിൽ കർത്താവേ ഈ പരിശുദ്ധ ശുശ്രൂഷയുടെ എല്ലാ മഹത്വവും വെളിപാട് 4:8 ഫിലിപ്പി 2:10-11 ഒരിക്കൽ കൂടി ലൂക്ക 17:10 അബാപിതാവേ പരിശുദ്ധ ത്രിത്വമേ അങ്ങേക്ക് സമർപ്പിക്കുന്നു. പൂർണ്ണമായും കർത്താവെ അവിടുത്തെ ആണിപ്പഴുതുള്ള പരിശുദ്ധ തൃപ്പാദത്തിനടിയിൽ എന്നെയും എനിക്കുള്ള സർവ്വവും ഞാൻ സമർപ്പിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് വേണ്ടിയിട്ട് തോമസ് അവർ ഗാനം ആലപിക്കും. അടുത്ത വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് കിടക്കാം. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത നമ്മുടെ ലാൽ സാറ് ഈ നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. ലാൽ സാറിനെയും അദ്ദേഹത്തിന്റെ എല്ലാ ആത്മീയതകളും എല്ലാ മേഖലകളെയും സമർപ്പിച്ച് നമുക്ക് ഒരു മിനിറ്റ് നമുക്ക് ബാക്കി ചെയ്ത് നമുക്ക് സ്തുതിക്കാം. ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് നമുക്ക് സ്തുതിക്കാം.